കൈമാറ്റം ഈ നിമിഷം മുതൽ സംഭവിക്കട്ടെ പിതാവേ. ഞങ്ങളെ ഓരോ ദിവസം അവിടുത്തെ വചനത്തിൽ ആശ്രയിക്കാനും വചനത്തിൽ വേരൊന്ന് ശക്തിപ്പെടുവാനും തക്കവണ്ണം അവിടുത്തെ അഭിഷേകത്തിലൂടെ അവർ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന മരജീവന വിരുന്നിനെ ഓർത്ത് നന്ദി പറഞ്ഞ പിതാവേ. അദ്ദേഹത്തിന് അവിടുത്തെ അഭിഷേകത്തിനെയും കുടുംബത്തെ യേശുക്രിസ്തു നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ. അദ്ദേഹം ആയിരിക്കുന്ന ദേശത്ത് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ ചെയ്യുവാനിരിക്കുന്നതിനെ ഓർത്തും ലോകമെങ്ങും പോയി സുവിശേഷ സാക്ഷിയായി മാറുവാൻ വേണ്ടി അദ്ദേഹത്തെ ഒരുക്കുന്നതിനെ ഓർത്ത് അദ്ദേഹത്തെ യേശുക്രിസ്തു നാമത്തെ അനുഗ്രഹിക്കുന്ന അദ്ദേഹത്തെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെ ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവെ. ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തിയും പിതാവ് ലോകമെങ്ങും പോയി സുവിശേഷ സാക്ഷിയായി മാറട്ടെ പിതാവെ. ഒരിക്കൽ കൂടി ഞങ്ങളെ പൂർണ്ണമായി ഞങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് വിട്ടിരുന്ന നാഥ, അങ്ങനെ ഇഷ്ടപ്രകാരം ഞങ്ങളെ വഴി നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞു. കർത്താവ് യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എന്ന ധൈര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇന്നത്തെ ദിവസം കർത്താവിനാൽ ഒരുക്കിയ ദിവസമാണ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. വചനം കേൾക്കുന്നത് അത്ഭുതത്തിന്റെ സമയമാണ്. ആമേ. നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവർ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ ഇപ്പോൾ തന്നെ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ഒരാത്മാവിനോ എൻ്റെ മേൽ അവകാശമില്ല, അധികാരമില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം സകല കാര്യത്തിലും നമ്മളെ അത്ഭുതകരമായ സാക്ഷ്യമാക്കുന്നല്ലോ. എല്ലാ മേഖലയിലും ദൈവം നമ്മളെ അത്ഭുതമാക്കി മാറ്റും. എല്ലാ മേഖലയിലും കർത്താവ് നമ്മളെ സാക്ഷ്യമാക്കി മാറ്റും. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സകലതും ദൈവത്തിന്റെ ദാനമാണ്. തുടർമാനമായി നമ്മൾ കർത്താവിന്റെ വചനം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാനും കൂട്ടായ്മ ആചരിപ്പാനും സൂമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ദൈവം നമ്മളെ ഇടയാക്കുന്നു. ഈ വെർച്വൽ റിയാലിറ്റിയിലൂടെയാണ് നമ്മൾ കർത്താവിന്റെ കൂട്ടായ്മ ആചരിക്കുന്നതെങ്കിലും 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവർ നടുവിൽ ഞാൻ വരുമെന്ന് കർത്താവിന്റെ വചനം പറയുന്നല്ലോ. ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ നടുവിലുണ്ട്. ദൈവം നമ്മളെ ശക്തനാക്കുന്ന ദൈവമാണ്, സഹായിക്കുന്ന ദൈവമാണ്. നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ പോകാം. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ഇന്നലെ കേട്ട വചന ചിന്ത. നമ്മൾ സമാധാനം വന്നിരിക്കുന്നു. അമ്മ ഇന്ന് നമ്മൾ കേട്ടു, ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമുക്ക് സമാധാനം വന്നിരിക്കുന്നു എന്ന് കർത്താവിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം വായിക്കുവാനിടയായി തീർന്നു, അല്ലെ, കേൾക്കുവാനിടയായി തീർന്നു. ആ രക്തത്തിലുള്ള സമാധാനത്തെ പറ്റി നമ്മൾ കേട്ടു. അതിനു മുമ്പ് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ സഹായത്തെ പറ്റി കേട്ടു. ഇന്ന് ഞാൻ ആ ഒരു വചനത്തിന്റെ ബാക്കി ഭാഗം എന്നോടെ നമുക്ക് വചനത്തിൽ നിന്ന് കേൾക്കുവാനിടയായിത്തീരാം. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളെ സകലത്തിലും സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാരങ്ങൾ, ഒരു വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഒറ്റയ്ക്കല്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരു വിശ്വാസിക്ക് സ്വയമായി ജീവിക്കുവാൻ കഴിയുന്നതല്ല. അപ്പൊ വിശ്വാസ ജീവിതം ഞാൻ നടക്കുന്ന ജീവിതമല്ല, വിശ്വാസ ജീവിതം എന്നെ നടത്തുന്ന ജീവിതമാണ്. പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് നടക്കുന്ന ജീവിതമാണ് വിശ്വാസ ജീവിതം. നിങ്ങൾക്ക് ബാക്കി അവിടെ കാണാൻ പറ്റും.
അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സ്വയമായി സംസാരിക്കാതെ ഞാൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അപ്പൊ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ഒരു വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതമാണ് വിശ്വാസ ജീവിതം. അപ്പൊ ഞാൻ എപ്പോഴും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അല്ലേ, നമുക്ക് യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കണമെങ്കിൽ പോലും പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രാർത്ഥന വെച്ച സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ വളരെ ദൂരെ നിന്നൊക്കെ യാത്ര ചെയ്ത്, വളരെ അധികം ദൂരെ നിന്ന് യാത്ര ചെയ്ത് നിങ്ങൾ ആ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് വന്നു. ഇനി നിങ്ങൾ ചുമ്മാ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ എന്തോരം റിസ്ക് എടുത്താണ്, എന്തോരം കഷ്ടപ്പെട്ടാണ്, എന്തോരം ബുദ്ധിമുട്ട് സഹിച്ചാണ് നിങ്ങൾ യാത്ര ചെയ്ത് ആ പ്രാർത്ഥനയിലേക്ക് വന്നത്. അപ്പം നിങ്ങളുടെ ഉള്ളിലുണ്ടായ പ്രേരണ എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ആ പട്ടണത്തിലേക്ക് വരുന്നത്, ആദ്യമായിട്ടായിരിക്കും ആ സ്ഥലത്തേക്ക് വരുന്നത്, മുൻ പരിചയങ്ങളില്ലാത്ത ആൾക്കാരെ കാണാൻ വേണ്ടി പോകുന്നു. എന്ത് അടിസ്ഥാനത്തിൻ്റെ അകത്താണ് നിങ്ങൾ വന്നത്? നിങ്ങളെ നയിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഞാൻ ഇന്നാൾ പറഞ്ഞതുപോലെ നമ്മൾ ഈ ലോകത്തോട് അനുരൂപരാകുന്ന ഒരു ചിന്ത നമ്മളിൽ എപ്പോഴും ഉണ്ടായി. 24 മണിക്കൂറും നമ്മുടെ ചിന്തകൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആ ചിന്തകൾ എന്ത് ചെയ്യണം? ആത്മാവിനാൽ നമ്മൾ നിയന്ത്രിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവിനാലുള്ള നയിക്കപ്പെടുന്ന ഒരു ജീവിതം നമുക്ക് ലഭ്യമാകുന്നത്. എങ്ങനെയാണ്? ഇവിടെ കർത്താവ് പറയാണ്, പരിശുദ്ധാത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് നടത്തി 40 ദിവസം പിശാചിനാൽ പരീക്ഷകനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന്. അപ്പൊ പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നു. യേശുക്രിസ്തുവിനെ കർത്താവിനെ എന്ത് ചെയ്തു? മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പൊ നമ്മളെ ലീഡ് ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്, നമ്മളെ കൺട്രോൾ ചെയ്യുന്ന പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ കൺട്രോൾ ചെയ്യും, പരിശുദ്ധാത്മാവ് നമ്മളെ ലീഡ് ചെയ്യും. നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് നമ്മളെ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് നമ്മളെ ലീഡ് ചെയ്യും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ ലീഡ് ചെയ്യുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്? പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. ഹോളി സ്പിരിറ്റ് ലീഡ്. പരിശുദ്ധാത്മാവ് നയിക്കുകയാണ്, ലീഡ് ചെയ്യുകയാണ്. യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യും. അവിടെ തൊട്ടുമുള്ളൊരു വാക്യമുണ്ട്, യേശു ക്രിസ്തു ആത്മാവിൽ നിറഞ്ഞു. ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഫുള്ളായിട്ടുള്ള കൺട്രോളിലേക്ക് നിങ്ങൾ വരിക എന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ ഫുൾ കൺട്രോളിലേക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ വരിക എന്നത് വലിയൊരു പ്ലാനാണ്. അപ്പൊ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുന്നത്? പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഈ ലോകത്തോട് അനുരൂപരായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണമായ കൺട്രോളിലേക്ക് വരുവാൻ കഴിയത്തില്ല. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് അതിന്റെ 1-ാം അധ്യായത്തിന്റെ അകത്ത് കർത്താവായ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തതിന് ശേഷം ശിഷ്യന്മാർ ഒറ്റപ്പെട്ടു പോയി. അവർ കാണുകെ കർത്താവ് എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു പോയി. അപ്പൊ അവരാരായി? ഒറ്റപ്പെട്ടു പോയി. യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി, എന്നാൽ ഇവര് ഭൂമിയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നു. യേശുക്രിസ്തുവിനെ ക്രൂശിച്ച റോമൻ പടയാളികൾ അവിടെയുണ്ട്, അവിടെ യഹൂദ സംഘം അവിടെയുണ്ട്, അവരെ ഉപദ്രവിക്കുന്ന ആൾക്കാരുണ്ട്. പ്രതിസന്ധിയുടെ വലിയ നടുവിൽ യേശുക്രിസ്തു ആരോഹണം ചെയ്തു പോയി. പക്ഷെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കണം. ഉയരത്തിൽ നിന്ന് ശക്തി വരും. അപ്പൊ എന്താണ് ഈ ശക്തി എന്ന് പറയുന്നത്? ഉയരത്തിൽ നിന്ന് ശക്തി. അപ്പം എന്താണ് വിശ്വാസ ജീവിതം എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ സ്തോത്രവും പാട്ടുപാടി പോകുന്നത് മാത്രമല്ല, വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ നിന്നുള്ള ശക്തിയാൽ ജീവിക്കുന്നവരാണ് നിങ്ങൾ വിശ്വാസികൾ. അപ്പൊ എന്താണ് ഈ ഉയരത്തിലെ ശക്തി? കഴിഞ്ഞ ദിവസം ഞാൻ തൊട്ടുപോയായിരുന്നു. നമുക്ക് വിശ്വാസമില്ല എങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. വിശ്വാസം ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും ഈ പ്രതിസന്ധികളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഉള്ളപ്പോഴും ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ലേ, ഞാൻ നിങ്ങളെ കൂടുതൽ എൻകറേജ് ചെയ്തുകൊണ്ട്, നിങ്ങളെ കുറെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, നിങ്ങളുടെ അകത്തൊന്നും ഉണ്ടായി വരത്തില്ല.
ഞാൻ നിങ്ങളുടെ എല്ലാ ദിവസവും മോട്ടിവേറ്റ് ചെയ്യുക, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്നുമല്ല. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് എങ്ങനെ അറിയാൻ കഴിയും? നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം വരുന്നതനുസരിച്ച്. നിങ്ങളുടെ ഉള്ളത്തിൽ വിശ്വാസം ഉണ്ടാകുന്നതനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രതികൂലം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക, ഒരു പ്രതിസന്ധി നിങ്ങളുടെ മുമ്പിൽ വെക്കുക, പെട്ടെന്ന് സങ്കടം വന്നു, വിഷമം വന്നു, നമുക്കിതിനെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഭാരം വന്നു. എൻ്റെ ദൈവമേ, നമുക്ക് ഒത്തിരി ടെൻഷൻ വരും. ഈ ടെൻഷനും ഭാരവും ഒന്നും സ്വർഗത്തിൽ നിന്ന് വരുന്നതല്ല, ഈ ഭൂമിയിലതാ. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് വന്ന് ദൂതന്മാർ വെളിപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മാതാവ് ഇങ്ങനെ പറഞ്ഞു, പുരുഷനെ അറിയാകിയാൽ ഇത് എങ്ങനെ സംഭവിക്കും? ഉടനെ പെട്ടെന്ന് ഗബ്രിയേൽ ദൂതന് പെട്ടെന്നൊരു പാനിക് അറ്റാക്ക് വന്നില്ല. അയ്യോ, എങ്ങനെ ഇത് കാര്യം നടക്കും എന്ന് ഒരു ടെൻഷൻ ഇല്ല. അതിന്റെ കാരണം ഉയരത്തിൽ നിന്ന് വന്നയാളുടെ ഉള്ളത്തിൻ്റെ അകത്ത് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ നിൽക്കുമ്പോഴും നമ്മൾ പതറിപ്പോകുന്ന പല സാഹചര്യങ്ങൾ വരുന്നുണ്ടല്ലേ. സങ്കടപ്പെടാറുണ്ട്, വിഷമം വരുന്ന സാഹചര്യമുണ്ട്, നമുക്ക് പലപ്പോഴും നമ്മൾ പിറുപിറുക്കുന്ന അന്തരീക്ഷം വരാറുണ്ട്, പ്രാർത്ഥിച്ചിട്ട് നമ്മൾ മടുത്തു പോകുന്ന അന്തരീക്ഷം വരാം. അപ്പം നമ്മൾ പലപ്പോഴും അത് എന്തോ കുറവാന്നൊക്കെ പറയുന്ന വിഷയമുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ഉള്ളിൽ എന്നിട്ടും പ്രാർത്ഥിക്കുവാനും എന്നിട്ടും വിശ്വസിക്കുവാനും എന്നിട്ടും നിങ്ങളുടെ അകത്ത് എന്തോ ദൈവം ചെയ്യും എന്നൊരു തോന്നല് നിങ്ങളിൽ പിന്നെയും ഉണ്ടായി വരുന്നുവെങ്കിൽ, അങ്ങനെ ഉണ്ടായി വരുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാ വഴി അടഞ്ഞു, എല്ലാ വാതിലും അടഞ്ഞു, പ്രാർത്ഥിക്കാൻ ഒരു മനുഷ്യനുമില്ല, പ്രാർത്ഥിച്ചു മടുത്തു. പക്ഷെ എവിടുന്നോ ഒരു പ്രതീക്ഷ, എന്തോ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും, ഒരല്പം പ്രതീക്ഷ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഇത് ലോകത്തിൽ നിന്ന് കിട്ടുന്നതല്ല, ഇത് ഉയരത്തിലെ ശക്തിയാൽ ലഭിക്കുന്നതാ. എന്താ നിങ്ങൾക്ക് അങ്ങനെ പ്രതീക്ഷ വരുന്നറിയാവോ? നിങ്ങളുടെ അകത്ത് സൃഷ്ടിക്കുന്ന ഒരു ശക്തി ഉള്ളത് കൊണ്ട് നിങ്ങളുടെ അകത്തുണ്ടാകുന്ന വിശ്വാസമാണത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിശ്വാസമാണ്. ഇപ്പൊ സകല വിഷയങ്ങളും അടഞ്ഞ് പ്രതീക്ഷ അവസാനിച്ച് നിങ്ങളിങ്ങനെ തകർന്നിരിക്കുമ്പോൾ, മാനസികമായി നിങ്ങൾ ബുദ്ധിമുട്ടിലിരിക്കുമ്പോൾ, ഒരു ബ്രദറും പ്രാർത്ഥിക്കാൻ വേണ്ടി ഫോൺ എടുക്കാതിരിക്കുമ്പോൾ, എല്ലാ വഴിയും അടഞ്ഞിരിക്കുമ്പോൾ, എല്ലാ ഡോറുകളും നിങ്ങളുടെ മുമ്പിൽ തകർന്നിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എവിടുന്നോ മനസ്സിൻ്റെ അകത്തൊരു ചിന്ത, ദൈവം ഒരു വഴി തുറക്കും. ഞാൻ ചോദിച്ചോട്ടെ, എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഇത്രയും വലിയൊരു വാക്ക്? നിങ്ങളെ ചുറ്റുവട്ടം ഒന്ന് കണ്ണോടിച്ചു നോക്കിക്കേ. എല്ലാ വഴിയും അടഞ്ഞില്ലേ? എല്ലാ ഡോറും ക്ലോസ് ആയില്ലേ? എല്ലാ വഴിയും നിങ്ങൾക്ക് പ്രതികൂലമല്ലേ? എല്ലാം നിങ്ങളുടെ അകത്ത് സ്റ്റോപ്പ് ആയില്ലേ? പിന്നെ എവിടുന്ന് കിട്ടി നിങ്ങളുടെ അകത്ത് ഈ വാക്ക്? കാരണം നിങ്ങളുടെ അകത്ത് വിശ്വാസത്തെ ഉളവാക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. അപ്പൊ ഈ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? ഈ പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യും നമ്മളെ. നിങ്ങൾക്കറിയാവോ, സങ്കീർത്തനം 23 ആദ്യത്തെ വാക്യം രണ്ടാമത്തെ വാക്യം കാണാപ്പാട് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറഞ്ഞേ. യഹോവ എന്റെ ഇടയൻ, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അത് ഒന്നാമത്തെ വാക്യം. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ നോക്കിയേ, സങ്കീർത്തനം 23:2 പറയുന്നു, പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവൻ എന്നെ കടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക് എന്നെ നടത്തും. അപ്പൊ സമാധാനത്തിലേക്ക്, സ്വസ്ഥതയിലേക്ക് ഞാൻ നടക്കണ്ട, എന്നെ നടത്തും. ഒരു സമാധാനമില്ലാതെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ വഴി ഞാൻ പറഞ്ഞു തരാം. നിങ്ങളെ സമാധാനം എവിടെ കിട്ടുന്നു അങ്ങോട്ട് നിങ്ങളെ ലീഡ് ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങൾ നോക്കിയേ, ആടുകളിലൂടെ ഉപമയിലൂടെ ദാവീദിന്റെ സങ്കീർത്തനത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. യഹോവ നിങ്ങളുടെ ഇടയനാകുന്നു. ഓർത്ത്, യഹോവ നിങ്ങളുടെ ഇടയനാകുന്നു, നിങ്ങൾക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല, ഒരു കുറവും ഉണ്ടാകത്തില്ല. അടുത്ത വാക്യത്തിൽ പറയുന്നു, പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവൻ നിങ്ങളെ കിടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക് നടത്തും. രണ്ട് കാര്യം നോക്കിക്കോണേ. പച്ചയായ പുല്ല്, അതിന്റെ അർത്ഥം എനിക്ക് എവിടെയാണോ നന്മ വേണ്ടത്, എവിടെയാണോ പച്ചപ്പ് എനിക്ക് വേണ്ടത്, അവിടെ കൊണ്ടുപോയി എന്നെ കിടത്തും. രണ്ടാമത്, സ്വസ്ഥതയുള്ള വെള്ളം എവിടെയാണ്, അങ്ങോട്ട് എന്നെ ലീഡ് ചെയ്യും, അങ്ങോട്ട് എന്നെ കൊണ്ടുപോകും. ആര് കൊണ്ടുപോകും? യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. അപ്പൊ ഇതിനിടയിൽ എന്തോ സംഭവിച്ചു. യഹോവയായ ഇടയൻ എന്നെ ലീഡ് ചെയ്യുന്നു. എങ്ങോട്ട് ലീഡ് ചെയ്യുന്നു? പരിശുദ്ധാത്മാവിലൂടെ എന്നെ ലീഡ് ചെയ്യുന്നു. എവിടെയാണ് നമുക്ക് കണക്റ്റ് ആകാൻ കഴിയാത്തത്? ഈ ലോകത്തോട് പലപ്പോഴും അനുരൂപരാകുന്നത്. ആമേൻ. ഈ ലോകത്തോട് അനുരൂപരാകുന്ന സമയത്ത്, എന്താണ് ഈ ലോകത്തോട് അനുരൂപരാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ,
നമ്മൾ ചിന്തിക്കും ലോകം എനിക്ക് വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പാട്ടൊക്കെ കേൾക്കാറുണ്ട് അല്ലേ. എന്താണ് ലോകം എന്ന് പറയുന്നത്? ലോകം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞ മദ്യപാനം, വെറുക്കൂത്ത്, ഈ വകയിലോട്ട് ഓടിപ്പോവും. ഇത് വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലോകത്തിന്റെ സാധ്യതകളിൽ കുടുങ്ങിപ്പോകുന്നു. ഈ ലോകവുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയി കിടക്കുന്നു പലപ്പോഴും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഒരു വരുമാനമുണ്ട്, 25,000 രൂപ സാലറി ഉള്ള നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ആഗ്രഹം, നല്ലൊരു വീട് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആഗ്രഹിച്ചു ഒരു വീട് വേണം. പെട്ടെന്ന് വീട് നോക്കിയ സമയത്ത്, ഉദാഹരണം കേട്ടോ, 25 ലക്ഷം രൂപ 30 ലക്ഷം രൂപ വീടിനാവുമെന്ന് കൂട്ടിക്കൂ. ഒരുമാതിരിപ്പെട്ടൊരു വീട്, ആകെ 25,000 രൂപ വരുമാനമുണ്ട്. അതിനകത്ത് ചിട്ടിയും മട്ടിയും എല്ലാ ലോണും എല്ലാം അടഞ്ഞു കഴിയുമ്പോഴേക്ക് മിച്ചം 1,500 രൂപ മിച്ചമുണ്ട്. പക്ഷെ ആഗ്രഹം 30 ലക്ഷം രൂപയുടെ വീടാണ്. അപ്പൊ നമുക്കറിയാം എങ്ങനെയൊക്കെ കൂട്ടിയാലും കൂടത്തില്ല. പെട്ടെന്ന് ബ്രദർ ബൈബിളിൽ ഒരു വാക്യം കണ്ട്, യഹോവ വീട് പണിയുന്നില്ല എങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. വീണ്ടും വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, നിനക്ക് വീടല്ല വീടുകൾ തരുമെന്നും നിനക്ക് സകലം നിറഞ്ഞിരിക്കുന്ന, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ കണ്ടു. ഇത് കണ്ട ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഉടനെ നമ്മൾ മാനുഷിക തലത്തിലേക്ക് ഉടനെ ഓടിപ്പോകും. എങ്ങനെ നമുക്കൊരു ലോൺ എടുത്ത് വീട് പണിയാം, എങ്ങനെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ക്രമീകരിക്കാം, എങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളിലേക്ക് എത്താം, വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു വചനം ബൈബിളിൽ ഉണ്ടെങ്കിൽ ഇത് ഇടയനാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇടയൻ നിങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന വീടുകളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുവാൻ കഴിയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ മാനുഷിക തലത്തിൽ നിന്ന് പുറത്തു വരണം. ബൈബിൾ എപ്പോഴും മാനുഷിക തലവുമായിട്ട് ബന്ധമില്ല. ഇന്ന് ഈ രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും രാജ്യത്തിൽ വൈകുന്നേരമായിരിക്കാം, പകലായിരിക്കാം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ അത്ഭുതത്തിന് ഇറങ്ങി വരുവാൻ നിമിഷങ്ങൾ മതി. ഒറ്റ സെക്കൻഡ് മതി, ഒറ്റ നിമിഷം മതി. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുവാൻ അധിക സമയം വേണ്ട. ആര് വിചാരിച്ചാൽ മതി? പരിശുദ്ധാത്മാവ് വിചാരിച്ചാൽ മതി. പരിശുദ്ധാത്മാവ് വിചാരിച്ചാൽ ഏത് സമയത്തും എന്തും ചെയ്യുവാൻ കഴിയും. പക്ഷെ നിങ്ങൾ ഈ ലോകവുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ പരിശുദ്ധാത്മാവ് സഹായിക്കും? പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർക്കണം. അപ്പൊ ഉയരത്തിൽ നിന്ന് ശക്തി വരും. അപ്പൊ താഴെ ഇരിക്കുന്ന പത്രോസ്ലീഹ ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർക്കില്ലാത്തത് ശക്തിയാണ്. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ശക്തി വേണം. എന്താണ് ഈ ശക്തി എന്ന് പറഞ്ഞാൽ, നിങ്ങളെ സ്വർഗത്തിലെ ദൈവം എന്താഗ്രഹിക്കുന്നോ, സൃഷ്ടിക്കുന്ന ദൈവം എന്ത് ആഗ്രഹിക്കുന്നോ അത് നിങ്ങളിൽ വെളിപ്പെടുത്തുവാനുള്ള ശക്തി, അതിനെ വിശ്വസിക്കുവാനുള്ള ശക്തി. എന്താണ് ഇവരോട് ഇത് പറയാൻ കാരണം? നാളെ മുതൽ യെരുശലേമിൽ മീൻ പിടിച്ചു നടന്ന ശിഷ്യന്മാര് വള്ളവും വലയൊക്കെ ആയിട്ട് രാവിലെ മുതൽ മീനെ പിടിച്ച് മീൻ കച്ചവടം ചെയ്ത് വിറ്റ് ആ പൈസ കൊണ്ട് ജീവിച്ച ശിഷ്യന്മാർ നാളെ മുതൽ രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പാവപ്പെട്ടവർ, പാപികൾ, തകർന്നവർ, ലോകം മുഴുവനും പോകാൻ നിൽക്കുക. 10 പൈസ വണ്ടിക്കൂലിയില്ല, മാറി ഉടുക്കാൻ വസ്ത്രമില്ല, നന്നായിട്ട് പാക്ക് ചെയ്യാൻ ഒരു ബാഗില്ല, നല്ല ചെരുപ്പില്ല. ഇതൊന്നുമില്ലാത്ത ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോകാൻ റെഡിയായി നിൽക്കുക. പക്ഷെ പോകരുത്. ഉയരത്തിൽ നിന്ന് ശക്തി വരും. ആ ശക്തി വന്നു കഴിഞ്ഞാൽ ആ ശക്തി നിങ്ങളെ നടത്തും. മുമ്പോട്ട് ഏതൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും, ഏതൊക്കെ ആവശ്യങ്ങൾ വന്നാലും, ഏതൊക്കെ തടസ്സങ്ങൾ വന്നാലും, ഏതൊക്കെ വിഷയങ്ങൾ വന്നാലും, എത്ര പിശാചുക്കൾ ഇറങ്ങി വന്നാലും, ഉയരത്തിൽ നിന്ന് ശക്തി നിങ്ങളിലേക്ക് വരുമ്പോൾ ആ ശക്തി നിങ്ങളെ നടത്തും. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ആത്മാവിൽ ജനിച്ചവൻ കാറ്റുപോലെയാണ്. അവൻ കാറ്റുപോലെയാണ്. എങ്ങോട്ട് പോകുന്നെന്നോ എവിടെ നിന്ന് വരുന്നുവെന്നോ ആർക്കും പ്രവചിക്കുവാൻ കഴിയത്തില്ല. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിന്റെ കൺട്രോൾ ഉണ്ട്. ഞാനൊരു വാക്യം വേഗത്തിൽ എടുക്കാവേ. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 2 യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ പറയും, നിങ്ങളോ പരിശുദ്ധാത്മാവിൽ അഭിഷേകം പ്രാപിച്ചു സകലതും അറിയുന്നു. സകലതും അറിയുന്നു. അത് നിങ്ങൾ സത്യം അറിയാത്ത കൊണ്ടല്ല, നിങ്ങൾ അറിഞ്ഞത് പോഷ്കൊന്നും സത്യത്തിന് വരാതിരിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് കൊണ്ട് എഴുതിയിരിക്കുന്നു. അപ്പൊ പരിശുദ്ധനാൽ പ്രാപിച്ച അഭിഷേകം, ഇതാണ് അഭിഷേകം. നിങ്ങൾ മനസ്സിലാക്കുക, അഭിഷേകം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശക്തി, അനോയിന്റിങ്, ദൈവത്തിന്റെ ശക്തി. അഭിഷേകം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ നമ്മുടെ മേൽ വരുമ്പോൾ അഭിഷേകമുണ്ട്. അതുകൊണ്ടാണ് അന്യഭാഷയിൽ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ കാരണം, ബുദ്ധിമണ്ഡലങ്ങളെ അടയ്ക്കുന്ന ഒരു പരിപാടിയാണ് അന്യഭാഷ.
അന്യഭാഷാ പ്രാർത്ഥന അഭിഷേകം നമുക്കുള്ളത് കൊണ്ടാണ് നമുക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റുന്നത്. അന്യഭാഷ ഇല്ലെന്നല്ല, വിശ്വസിക്കുന്ന പരിശുദ്ധ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി വിശ്വസിക്കുന്ന ഏവരുടെ ഉള്ളിലും അന്യഭാഷയുണ്ട്. നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഇവിടെ ബൈബിൾ പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചു സകലതും നിങ്ങൾ അറിയുന്നുണ്ട്, പക്ഷെ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. അഭിഷേകത്തിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കുന്ന സമയത്ത് ബുദ്ധി അഫലമാകും. ഈ ബുദ്ധി അഫലമാകും എന്നതിന് നല്ലൊരു മലയാളം പറയാവോ? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോഴോ നമ്മുടെ ബുദ്ധി മറ്റൊരു വാക്കും കൂടെ, ബുദ്ധി ഓഫായി പോകും, നിഷ്ഫലമാകും, ശൂന്യമാകും, പ്രസക്തി ഇല്ലാതാവും, പ്രസക്തി ഇല്ലാതാവും, സ്റ്റക്കായി പോകും. ഫലമില്ലാതാകും. ഫലമില്ലാതാവുന്നു. ബുദ്ധി പ്രവർത്തിക്കാതെ വരും. ബുദ്ധി ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒരു കറി വെക്കാൻ പറഞ്ഞ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യും? ഓടിച്ചിട്ട് ബുദ്ധിപരമായിട്ട് അതും ഇതും ഒക്കെ എടുത്തു വെച്ച് ഉള്ള പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്ത് അത് കറക്റ്റ് പാകത്തിൽ നിങ്ങൾ ബുദ്ധിപരമായിട്ട് അത് കറി വെക്കും. ബുദ്ധിപരമായിട്ട് നിങ്ങൾ വാഹനം ഓടിക്കുന്നു, ബുദ്ധിപരമായിട്ട് ജോലി ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ബ്രെയിനെ യൂസ് ചെയ്യുകയാണ്. എന്താ യൂസ് ചെയ്യുന്നത്? നിങ്ങൾ കേട്ടും കണ്ടും പഠിച്ചും വളർന്നുമായ അറിവുകൾ ഉപയോഗിച്ച് നിങ്ങൾ ജീവിക്കുന്നു, അല്ലേ? നിങ്ങൾ കുഞ്ഞുനാളിൽ വളർന്നു വന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ രാവിലെ എണീറ്റ് അടുക്കളയിൽ പോരുന്നതുകൊണ്ട് പെട്ടെന്ന് ഒരു ബോധോദയം ഉണ്ടായിട്ട് കഞ്ഞിയും കറിയും വെച്ചതാണോ? അല്ല, നിങ്ങൾ കണ്ടു പഠിച്ചു, കേട്ടു പഠിച്ചു. അങ്ങനെ പലതും കണ്ടും കേട്ടും അറിഞ്ഞും പഠിച്ച നോളജ് ഇരിക്കുന്ന സ്ഥലമാണ് ബുദ്ധി. അപ്പൊ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ലോകത്തിൽ നിന്നും ആർജിച്ച നോളജ് അവിടെ ലോഫായി പോവും. നിങ്ങൾ ലോകത്തിൽ നിന്ന് പഠിച്ചും കേട്ടും അറിഞ്ഞതുമായ അറിവുകൾ ലോക്കായി പോവും. പൈസയ്ക്ക് ആവശ്യം വന്നാൽ ഉടനെ എന്ത് ചെയ്യും? നമുക്കൊരു അറിവ് കിട്ടി, പെട്ടെന്ന് ലോൺ എടുക്കണം, പൈസയ്ക്ക് ആവശ്യം വന്നിരിക്കണം, ഉടനെ വായ്പ മേടിക്കണം, പലിശക്കാരനെ വിളിക്കണം. ഇതൊക്കെ എവിടുന്ന് കിട്ടി? ജനിച്ച സമയത്ത് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടോ? പലിശക്കാരൻ്റെ അടുത്ത് പോകണം, പൈസ കിട്ടിയാൽ. എവിടുന്ന് കിട്ടി? ആരോ പറഞ്ഞു തന്നു. നമ്മൾ വളർന്ന കൂട്ടത്തിൽ ഒരു അറിവ് കിട്ടി, പൈസയ്ക്ക് ആവശ്യം വന്നാൽ പലിശക്കാരനെ വിളിക്കണം. നമുക്കൊരു അറിവ് കിട്ടി, രോഗം വന്നാൽ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകണം, ഡോക്ടർ എന്നുള്ള കാര്യം മനസ്സിലായി, വെളിപ്പാട് കിട്ടിയതാണ്. അല്ല, കേട്ടുപഠിച്ചു. പലരും പറഞ്ഞു ഡോക്ടർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ആ ഡോക്ടറുടെ പ്രത്യേകത രോഗം വന്നാൽ ചികിത്സിക്കും. എന്താണ് മെഡിക്കൽ സ്റ്റോർ? മെഡിക്കൽ സ്റ്റോർ എന്ന് പറഞ്ഞാൽ രോഗത്തെ മാറ്റുന്ന ഗുളികകൾ ലഭിക്കുന്ന സ്ഥലമാണ്. എന്താ ഗുളിക? അത് നിങ്ങളുടെ ശരീരത്തിലേക്ക്. അങ്ങനെ ഓരോരോ അറിവുകൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് ബുദ്ധി, അണ്ടർസ്റ്റാൻഡ് എന്ന് പറയും. എന്നാൽ അന്യഭാഷ പറയുന്ന സമയത്ത് ഇത് ഓഫായി പോവും. മനസ്സിലാകുന്നുണ്ടോ? അന്യഭാഷ പറഞ്ഞ ഇപ്പം പെട്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണെ, നമ്മൾക്ക് ഇങ്ങനെ പറയത്തില്ലേ, ഈ തലയ്ക്ക് അടി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ഉള്ളതെല്ലാം മറന്നുപോകും. ഞാൻ കഴിഞ്ഞ ദിവസം പൊതുവെ ഞാൻ ഈ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒട്ടുമുക്കാലും ആളുകൾ ഈ മിക്കവരുടെയും ഓർമ്മ നഷ്ടപ്പെട്ടവരാണ്, ഡിമെൻഷ്യ പേഷ്യൻസാണ്. അപ്പം അവർക്ക് പലപ്പോഴും അവരുടെ പേര് പോലും അറിയത്തില്ല. അവരുടെ പേര് ചോദിച്ചാൽ അവർ പെട്ടെന്ന് വയ്ക്കുന്നത് ആരാന്ന് ചോദിക്കും. അവരുടെ കുടുംബക്കാരുടെ ഫോട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയുടെയോ മക്കളുടെയോ ഫോട്ടോ കാണിച്ചവർക്ക് അറിയത്തില്ല. നമ്മളോട് ചോദിക്കും ആരാന്ന് ചോദിക്കും. കാര്യം വർഷങ്ങൾ ജീവിച്ചു പഴകി വന്ന ഭാര്യയും മക്കളെയും വീടും പേര് പോലും അവർ മറന്നുപോയി. അവർക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി. അവരുടെ ഓർമ്മ നഷ്ടപ്പെട്ടു പോയി. അവരുടെ ബ്രെയിനിലേക്ക് അവർ ആർജിച്ചെടുത്ത അറിവുകളെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് ടോയ്ലറ്റിൽ പോകാൻ അറിയത്തില്ല, മറന്നുപോയി. ടോയ്ലറ്റിൽ പോകേണ്ട ഒരു ആവശ്യം വന്നാൽ പോലും ഞാൻ പലപ്പോഴും കാണുന്നു, അവർക്കത് മറന്നുപോയി. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, അവർ മറന്നുപോയി. അവരുടെ ബുദ്ധി, അവർ അറിഞ്ഞ അറിവുകൾ, ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ അറിഞ്ഞ അറിവുകൾ അവരിൽ നിന്നും എറേസായിപ്പോയി, എല്ലാം മാഞ്ഞുപോയി, അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളുടെ അകത്തുണ്ട്. ഇതും വെച്ചോണ്ട് നമ്മളിങ്ങനെ നടക്കുക, നമ്മൾ ഈ ലോകത്തോട് ഇങ്ങനെ അനുരൂപരായി നടക്കുക. ഉടനെ പെട്ടെന്ന് അന്യഭാഷ പ്രാർത്ഥിക്കുന്നു. ഞാൻ പെട്ടെന്ന് ഈ വിഷയം വന്നുകൊണ്ട് പരിശുദ്ധാത്മാവുമായിട്ട് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഭാഷാപരം ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. അഭിഷേകം നിങ്ങളുടെ അകത്തുണ്ട്. ഇപ്പൊ നിങ്ങൾ അഭിഷേകവും വെച്ചുകൊണ്ട് എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അഭിഷേകവും നിങ്ങളുടെ അകത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിലുള്ള അറിവുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്.
എന്താണ് ബുദ്ധിയിലുള്ള അറിവ്? ഞാൻ ആ വാക്യം എന്ന് നേരത്തെ എടുത്തിട്ടുള്ളതാണ്, പണ്ട് എടുത്തിട്ടുള്ള വാക്യമാണ്. ആ വാക്യം ഒന്ന് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ ഇന്നത് ശരിക്കും പറഞ്ഞ് എടുത്തില്ല. അതായത് പുറപ്പാട് പുസ്തകത്തിന്റെ അകത്തൊരു വാക്യം നമ്മൾ പണ്ടെടുത്താണ്. കൗശലപ്പണികൾ ചെയ്യുവാനും ചിത്രപ്പണികൾ ചെയ്യുവാനും കൊത്തുപണികൾ ചെയ്തെടുക്കുവാനും അവർ ആത്മാവിനാൽ അവർക്ക് എന്ത് കൊടുത്തു? അഭിഷേകത്തെ കൊടുത്തു എന്നൊരു വാക്യം പുറപ്പാട് പുസ്തകത്തിലുണ്ട്. ചിത്രപ്പണികളും കൊത്തുപണികളും ചെയ്യേണ്ടതിന് ദിവ്യ ആത്മാവിനാൽ അവർ ഉള്ളത്തിൽ ജ്ഞാനത്തെ ദൈവം കൊടുത്തു. നമ്മൾ ഇന്നാൾ പുറപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യം പണ്ടെടുത്തിട്ടുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ 2-3 പ്രാവശ്യം പ്രത്യേകിച്ച് തൃശ്ശൂർ മീറ്റിങ്ങിനും അത് എടുത്തിട്ടുള്ളത്. ഈ പ്രാവശ്യത്തല്ല, കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം പുറപ്പാട് പുസ്തകത്തിലെ വാക്യം ദിവ്യാത്മാ, പെട്ടെന്ന് ഓർമ്മയാണെങ്കിൽ വാക്യം ഒന്ന് ഞാൻ എടുത്തില്ലത്, അതൊന്ന് കണക്ട് ചെയ്ത് പെട്ടെന്ന്. ആമേൻ. അപ്പം എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ബുദ്ധി അഫലമാകുമ്പോൾ സ്വർഗത്തിലെ സാധ്യതകൾ തുറന്നു വരുന്നു. സ്വർഗത്തിലെ സാധ്യതകളെ തുറക്കുന്നതാണ് പുറപ്പാട് പുസ്തകം 31 റീതാസൗര്യ വാക്യം ഓർക്കുന്നുണ്ടല്ലേ? 31:5 ഞാൻ ആ വാക്യം എടുക്കാം. പുറപ്പാട് പുസ്തകം 31:5. ഒരു മിനിറ്റ്, അപ്പൊ നമുക്കൊന്ന് കാണാം. പണ്ട് എടുത്തിട്ടുള്ള വാക്യമാണ്. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഞാനത് സേവ് ചെയ്തത് ശരിക്കും പറഞ്ഞത് ഇവിടുന്ന് ഡിലീറ്റ് ആയി പോകുന്ന എനിക്ക് തോന്നുന്നത്. കാര്യം ഡയറിയിലുണ്ട്, ഞാനത് സമയം കിട്ടാത്ത എടുക്കാൻ വേണ്ടി. ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും സകല സാമർഥ്യവും കൊണ്ട് അവരെ നിറച്ചിരിക്കും. നോക്കി, കൗശലപ്പണികൾ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന് വെള്ളി താമ്രം കൊണ്ട് പണിതെടുക്കുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിലെ കൊത്തുപണികൾ ചെയ്യുവാനും സകലവിധ പണിത്തരങ്ങളും ഉണ്ടാക്കുവാനും ഞാൻ അവരെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും നിറച്ചിരിക്കുന്നു. അപ്പൊ ഇത് എവിടെ നിന്ന് കിട്ടി ജ്ഞാനം? നമുക്കറിയാം, നമ്മള് മനസ്സിലായി, ഇവിടെ ഞാൻ മ്യൂട്ട് ആക്കിയത്, ഇവിടെ സൗണ്ട് ഓണായി കിടക്കുമായിരുന്നു. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ കൗശലപ്പണികളെ സങ്കല്പിച്ചുണ്ടാക്കുവാനും പൊന്നു വെള്ളി താമ്രം എന്നിവ കൊണ്ട് പണിത്. ഇപ്പം ഞാൻ നിങ്ങളെ കൊണ്ട് തരുക, ഞാൻ കൊണ്ടുവന്നിട്ട് ഒരു തടി അങ്ങോട്ട് ഇട്ടെന്നിട്ട് പറയാം, എനിക്ക് ഇതിൻ്റെ അകത്ത് നല്ല ഒന്നാന്തരം ഒരു എന്താ പറയുന്ന ഒരു കതക് പറ്റിയ രീതിയിൽ, നമുക്കറിയാം കതകിലൊക്കെ ഇനി കൊത്തുപണി ഉണ്ടല്ലോ, ഇതുപോലത്തെ ഒരു കൊത്തുപണി എനിക്ക് ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ നിങ്ങൾ കിടന്ന് വെള്ളം കുടിക്കും അല്ലേ? നിങ്ങളെ കൊണ്ട് അത് കഴിയത്തില്ല. കാരണം ഇത് അപ്പൊ നമ്മൾ ഉടനെ പറയും, ഇത് ഒരു കാര്യം ചെയ്യും ബ്രദറെ, ഇത് ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ആൾക്കാരുണ്ട്, അവരുടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് എന്ത് ചെയ്യും, ഈ ഇതിൽ കൊത്തുപണിയൊക്കെ ചെയ്ത് നന്നായിട്ട് ചെയ്തു തരും. കാര്യം അവർ വർഷങ്ങൾ കൊണ്ട് പഠിച്ചെടുത്തതാ. ബൈബിൾ പറയുന്നു, മരത്തിൽ കൊത്തുപണി ചെയ്തെടുക്കാൻ, 4-ാമത്തെ വാക്യം നോക്കിയാൽ, മരത്തിൽ കൊത്തുപണി ചെയ്തെടുക്കുവാനും സകല വിധമാകുന്ന പണിത്തരങ്ങൾ ഉണ്ടാക്കുവാനും ഞാൻ അവരെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകല സാമർഥ്യവും കൊടുത്തു. അതിന്റെ അർത്ഥം ദൈവം അവരെ 5 വർഷത്തെ ഒരു കോഴ്സിൽ വിട്ടിട്ട് എങ്ങനെ മരപ്പണി പണിയാം, എങ്ങനെ കൊത്തുപണി പഠിക്കാം, എങ്ങനെ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നൊരു 5 വർഷത്തെ കോഴ്സോ ക്രാഷ് കോഴ്സോ ദൈവം കൊടുത്തില്ല. ഒറ്റയടിക്ക് അവരുടെ മേലേക്ക് പരിശുദ്ധാത്മാവിനാൽ ബുദ്ധിയെ കൊടുത്തു. ദൈവത്തിന്റെ കഴിവിനെ ഇവരുടെ മേൽ വന്നപ്പം ഇവരുടെ മുമ്പിൽ കൊണ്ട് നിങ്ങൾ തടിയിട്ട് കൊടുത്താൽ ഇവർ നല്ല ഒന്നാന്തരമായിട്ട് പണിതെടുക്കും. എവിടുന്ന് കിട്ടി ജ്ഞാനം? ദൈവത്തിന്റെ ജ്ഞാനം. ഇതാണ് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അഭിഷേകം. ഇതാണ് തുടക്കത്തിൽ നമ്മൾ വായിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു പറഞ്ഞു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അതായത് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ, വചനത്തിൽ. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടല്ലോ, പരിശുദ്ധനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളുടെ അകത്തുണ്ട്, ആരും നിങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ബുദ്ധിക്കകത്തുള്ള നിയന്ത്രണമല്ല വിശ്വാസ ജീവിതത്തിൽ വേണ്ടത്. ഇനി ഞാൻ പെട്ടെന്ന് വരാവേ. ഇനി അന്യഭാഷ പറയുമ്പോൾ ഇത് ഞാൻ കണക്ട് ചെയ്യുവാണ്. അന്യഭാഷ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബൈബിൾ പറയുന്നു, ബുദ്ധി അഫലമായി പോകുന്നു. അതായത് നിങ്ങൾ ഈ ഒരു 50 വർഷം പ്രായമുള്ള ഒരു മനുഷ്യൻ പഠിച്ചറിഞ്ഞ സാരം മൊത്തവും അന്യഭാഷ പറയുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ഓർമ്മയും നഷ്ടപ്പെട്ടു പോയാൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ബുദ്ധി അഫലമാകുന്നു. ബുദ്ധി മുഴുവൻ അഫലമാകുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങൾ അന്യഭാഷ, ഉദാഹരണം മാത്രമാണ്, അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പൈസയുടെ ഒരു ആവശ്യം വന്നു. പൈസയുടെ ഒരു ആവശ്യം വരുമ്പോൾ സാധാരണ പ്രാർത്ഥിക്കുന്ന കാര്യമല്ല ഞാനീ പറയുന്നത്, സാധാരണ പൈസയ്ക്ക് ആവശ്യം നിങ്ങൾ എന്നാ ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞു, സാധാരണഗതിയിൽ എന്താ നിങ്ങൾ ചെയ്യുന്നത്? വേണ്ട, ലോകക്കാരെന്നാ ചെയ്യുന്നത്? ഇനി അത് പറയാം, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വേണ്ട. ലോകക്കാരെന്നാ ദൈവമേ തരുന്ന ലോകക്കാർ പറഞ്ഞു. അപ്പൊ വിശ്വാസി എന്നാ പറയും? കടം വാങ്ങിക്കും പൈസ. മറ്റൊരാള്
കിട്ടുമെന്നല്ല. ഓ എന്റെ ദൈവം, ഞാൻ ചോദിച്ചത് വിശ്വാസി അല്ലാത്ത ഒരാള് ഈ ഒരു കഴവാരം വന്ന എന്നെ വെച്ചാൽ ഉടനെ ആൾക്കാർ പറയുന്നു പ്രാർത്ഥിക്കുമെന്ന്. നിങ്ങൾ കേട്ടില്ലേ? ക്വസ്റ്റ്യൻ കേട്ടില്ലേ? വിശ്വാസി അല്ലാത്ത ഒരാള്, യേശുവിനെ അറിയാത്ത ഒരാള്, ഒന്നും വിശ്വാസം ഇല്ലാത്ത ഒരാള് ഒരു കടവാരത്തിന്റെ വലിയൊരു പ്രതികൂലത്തിൽ നിൽക്കുമ്പോൾ അയാൾ പ്രാർത്ഥിക്കുവോ? വിശ്വാസി അല്ലാത്തയാള്. വിശ്വാസി പ്രാർത്ഥിക്കുന്ന എനിക്കറിയാം. വിശ്വാസി അല്ലാത്ത ആൾ ഉടനെ എന്ത് ചെയ്യും? അവന്റെ അറിവിൽ അവൻ കേട്ട് അവന്റെ സുഹൃത്ത് പഠിപ്പിച്ചു കൊടുത്തു, കടം വന്നാൽ ഒരു പലിശക്കാരുണ്ട് ഞങ്ങളുടെ അടുത്ത്, അവനെ വിളിച്ച് കാശ് ചോദിക്കണം. അല്ലെങ്കിൽ ബാങ്കിൽ ചെല്ലാൻ വേറെ സുഹൃത്ത് പറഞ്ഞു കൊടുത്തു, ബാങ്കിൽ ചെന്ന് ലോൺ വെച്ചാൽ, വീടിന് പണയം വെച്ചാൽ സംഭവം കാശ് കിട്ടും. അങ്ങനെ ഓരോ കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കാരും എല്ലാം ചേർന്ന് കൊടുത്തൊരു അറിവ് ബുദ്ധിക്കകത്ത് കിടപ്പുണ്ട്. അറിവ്, അതായത് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള സാധനം നിങ്ങൾ ആർജിച്ചെടുത്തതാണ്. ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിച്ചതാണ്. നമ്മുടെ ലാംഗ്വേജ്, ഭാഷ ആര് പഠിപ്പിച്ചു നിങ്ങളെ? നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ് മലയാളം. മലയാള സ്കൂളിൽ നിങ്ങൾ 1-ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഭാഷ ഉണ്ടായിരുന്നു. 1-ാം ക്ലാസ്സിൽ ചെന്നപ്പോൾ മുതൽ അച്ഛൻ അമ്മ എന്ന് പറഞ്ഞു തുടങ്ങിയതല്ല, നമ്മൾ വീട്ടിൽ നിന്നേ ഓടി സംസാരിക്കാൻ പാകമായിരുന്നു. വീട്ടിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങി, സ്കൂളിൽ ചെന്നപ്പോൾ തന്നെ നമുക്കെല്ലാം മനസ്സിലാക്കി തന്നു. അപ്പൊ എവിടുന്ന് കിട്ടിയ അറിവ്? ഇടപഴകുന്നതിലൂടെ ലഭിച്ചത് അറിവാണത്. അപ്പൊ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ, ഞാനിപ്പോൾ പെട്ടെന്ന് പറയാം, അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ ഇന്നലെ വരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പലിശക്കാരനെ വിളിക്കുന്നതാണ്. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് മുഴുവനും അങ്ങ് അഫലമായി പോയിട്ട് സ്വർഗവുമായിട്ടുള്ള സാധ്യതകളെ തുറക്കും. അപ്പൊ സ്വർഗത്തിലെ സാധ്യത എന്തോ? സ്വർഗത്തിൽ പലിശക്കാരില്ല, സ്വർഗത്തിൽ ബാങ്കുകാരില്ല, സ്വർഗത്തിൽ നിങ്ങൾക്ക് വായ്പ തരാൻ ആരുമില്ല. സ്വർഗത്തിൽ ആകെയുള്ളത് യഹോവയാകുന്ന ഇടയൻ, ഒന്നിനും മുട്ടില്ലാതെ എന്നെ നടത്തുന്ന ഇടയൻ. യഹോവ പറഞ്ഞ എന്നറിയാവോ? എന്നെ നല്ല ഭണ്ഡാരമായ ആകാശം തുറന്ന് സ്ഥലം പോരാതെ വണ്ണം ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നീ അനേക ജാതിക്ക് വായ്പ കൊടുക്കും, നീ വായ്പ വാങ്ങത്തില്ല. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും തുറക്കും. അപ്പൊ കർത്താവേ, ഇതൊക്കെ എവിടെയുണ്ട്? സ്വർഗത്തിലിരിപ്പുണ്ട്. അപ്പൊ ഒരു വ്യക്തി ആത്മാവിൽ നിറയുന്ന സമയത്ത് അവന്റെ ബുദ്ധി മണ്ഡലങ്ങൾ ബ്രേക്ക് ആകുന്നു. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, നമ്മുടെ സാധു സുന്ദർ എന്ന് പറഞ്ഞ അദ്ദേഹം ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ശക്തനായിട്ടുള്ള, മരിച്ചുപോയി, അദ്ദേഹം ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജീവചരിത്രവും ഒക്കെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. സാധു സുന്ദർ സിംഗ് എന്നുള്ള അദ്ദേഹത്തിന്റെ വീഡിയോസും എല്ലാ ഡോക്യുമെന്ററികളൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട്, പുസ്തകങ്ങളൊക്കെ കിട്ടും. അദ്ദേഹം മണിക്കൂറുകൾ പോയിരുന്ന് കാട്ടിനുള്ളിലൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു പറഞ്ഞു. ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി സ്വന്തം പിതാവ് വിഷം കലക്കി ഇദ്ദേഹം യേശുവിലേക്ക് വന്ന ആ ഒരു മതം, അവരുടെ മതപ്രകാരം അങ്ങനെ പോകുന്നത് വലിയ തെറ്റായിരുന്നു. അങ്ങനെ അദ്ദേഹം വിശ്വാസത്തെ എതിർത്തയാളാണ്, ബൈബിൾ കത്തിച്ചു കളഞ്ഞ മനുഷ്യനാണ്. പക്ഷെ ദൈവം അദ്ദേഹത്തെ തൊട്ടു, അദ്ദേഹം യേശുവിലേക്ക് വന്നു. അദ്ദേഹം യേശുവിലേക്ക് വന്നത് ഇഷ്ടപ്പെടാതെ സ്വന്തം പിതാവ് അദ്ദേഹത്തിന് മാരകമായ വിഷം കലക്കി കൊടുത്തു. ആഹാരത്തിൽ വിഷം കലക്കി കൊടുത്തു. നേരം വെളുത്തപ്പോൾ ഒരു കുഴപ്പമില്ലാതെ സാധു സുന്ദർ സിംഗ് നിൽക്കുന്നു. ഇദ്ദേഹത്തിന്റെ പിതാവ് യേശുവിലേക്ക് വരാൻ ഇടയായി തീർന്നു പറഞ്ഞത്. വിഷം കലക്കി കൊടുത്തതാ, കൊല്ലാൻ പറ്റുന്ന, പക്ഷെ ഏറ്റില്ല. അതിന്റെ കാരണം എന്നറിയാവോ? കാടുകളിലും മേടുകളിലും ഇദ്ദേഹം മണിക്കൂറുകൾ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്ന പറഞ്ഞേക്കുന്നത്. പാമ്പുകൾ ഇദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ ഒരഞ്ഞു പോകുമെന്നാണ് ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറഞ്ഞിരുന്നത്. വന്യമൃഗങ്ങൾ ഇദ്ദേഹത്തെ തൊടാതെ മാറിപ്പോകുമായിരുന്ന പറഞ്ഞുകൊണ്ടിരുന്നത്. അത്രത്തോളം കർത്താവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിട്ട് ഇദ്ദേഹം ചെല്ലുന്ന പട്ടണങ്ങളിൽ അവർ യേശുവിനെ നേരിട്ട് കാണുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അത്രത്തോളം പരിശുദ്ധാത്മാവുമായിട്ട് വലിയൊരു ബന്ധം. എന്താണ് പരിശുദ്ധാത്മാവായിട്ടുള്ള ബന്ധം? ഈ ലോകത്തിന്റെ കണക്ഷനുകളെ മുറിക്കുന്നതാണ് പരിശുദ്ധാത്മാവായിട്ടുള്ള ബന്ധം. ഇന്ന് രാത്രിയിൽ ബൈബിൾ വിശ്വസിക്കും, പെട്ടെന്ന് നിങ്ങൾ വചനം വായിച്ചു, യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ഏത് ഹോട്ടലിൽ നിന്ന്, ഏത് കേറ്ററിംഗുകാര്? എനിക്കറിയത്തില്ല. അങ്ങനെയെങ്കിൽ പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഇന്നും എൻ്റെ ജീവിതത്തിൽ കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളെ പറയുമ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങളുടെ ഉള്ളത്തിൽ വിശ്വാസമാക്കി മാറ്റുമ്പോൾ നിങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങൾ നയിക്കപ്പെടുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, അന്യഭാഷ പറയുന്ന കാര്യത്തിലേക്ക് ഒന്ന് വരാം. അന്യഭാഷ പറയുന്ന സമയത്ത് സ്വർഗത്തിലുള്ളത് വെളിപ്പെട്ടു വരുന്ന തലമാണ് അന്യഭാഷ. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളുടെ ബുദ്ധി പറയുന്നു ഇന്നയാൾ നിങ്ങളെ സഹായിക്കും. പലിശക്കാരന്റെ ഫോൺ നമ്പർ നമ്മുടെ ഫോണിലുണ്ട്. പക്ഷെ അന്യഭാഷ പറയുന്ന സമയത്ത് നിങ്ങളുടെ ബുദ്ധി മൊത്തം ഓഫായി പോകുന്നു. ബുദ്ധി മൊത്തം അഫലമായി പോയിട്ട് സ്വർഗത്തിലെ ധനം തുറക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ മുമ്പിലേക്ക് നിങ്ങളുടെ ആത്മീയ കണ്ണുകളെ തുറക്കുന്നു.
അങ്ങനെ തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതെല്ലാം കാണാൻ പറ്റും. അതെന്താ സംഭവിക്കുന്ന അറിയാവോ? ഉടനെ നിങ്ങളുടെ ആത്മാവ് അത് മുഴുവനും പെറുക്കിയെടുക്കും. എങ്ങനെ പെറുക്കിയെടുക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാക്യം നോക്കിക്കേ. കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന് വെള്ളി താമ്രം കൊണ്ട് പണിയുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധ പണിത്തരങ്ങൾ ഉണ്ടാക്കുവാനും ദിവ്യ ആത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകല സാമർത്ഥ്യം കൊണ്ട് നിറച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഉള്ളത്തിന്, നിങ്ങളുടെ ആത്മാവിന് പലതിനെയും വലിച്ചെടുക്കാൻ പറ്റും. നിങ്ങളുടെ ആത്മാവിന് പലതിനെയും വലിച്ചെടുക്കാൻ പറ്റും. ദൈവത്തിലുള്ളതിനെ നമ്മളിലേക്ക് അടുപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവവുമായിട്ട് കണക്ഷനുള്ള ആളാണ് നമ്മുടെ ആത്മാവ്. അതല്ലേ മരിച്ചു പോകുമ്പോൾ ആ പുള്ളി പോയെന്ന് പറയുന്നത്. നമ്മുടെ ആത്മാവിന് ശക്തിയുണ്ട്. ഇതിന് ദൈവത്തിലുള്ളതിനെ വലിച്ചെടുക്കുവാൻ സഹായിക്കും. പക്ഷെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾ വചനം പറഞ്ഞു കൊടുക്കുമ്പോൾ ആത്മാവ് എന്ത് ചെയ്യും? സ്വർഗത്തിലുള്ളതിനെ വലിച്ചെടുക്കാൻ റെഡിയായിട്ടിരിക്കുക. എങ്ങനെയാ? പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ. അയ്യോ, അന്യഭാഷ എനിക്കില്ല ബ്രദറെ, എനിക്ക് അന്യഭാഷ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല ബ്രദറെ, പേടിക്കണ്ട. വചനം കയ്യിലുണ്ടോ? എക്സ്ക്യൂസ് അല്ല കേട്ടോ. അന്യഭാഷ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം, ആഗ്രഹിക്കണം, ദൈവം തരും. നമ്മൾ വചനം പറയുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാവോ? നിങ്ങൾ സ്വർഗത്തിലെ സാധ്യതകളെ തുറക്കുക. നിങ്ങൾ ബ്രദർ ഇത് കേൾക്കാൻ നല്ല രസമാണ്, പക്ഷേ ഈ വചനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാ തുറക്കുന്നത്? ഈ ചിന്ത തന്നെയാണ് നിങ്ങൾ ഈ ലോകത്തോട് കണക്റ്റായി കിടക്കുന്നതിന്റെ അർത്ഥം. വചനം ഒന്ന് പറയും, നഷ്ടമൊന്നും ഇല്ലല്ലോ. വചനം ഒന്ന് പറഞ്ഞു നോക്ക്. വചനം ഒന്ന് പറഞ്ഞു നോക്ക്. പറയുന്നുണ്ട് ബ്രദറെ, പറഞ്ഞു നോക്ക്, പറഞ്ഞുകൊണ്ടിരിക്ക്. ഏതെങ്കിലും ഒരു സമയത്ത് അത് തുറക്കും. ഏത് സമയാന്ന് എനിക്കറിയത്തില്ല. ഹബക്കൂക്കിന്റെ പുസ്തകം പറയുന്നത് വരും നിശ്ചയം. വൈകിയാലും കാത്തിരിക്കുക, അത് വരും നിശ്ചയം, നടക്കും നിശ്ചയം. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ അകത്തിരിക്കുന്ന അഭിഷേകത്തിന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും. അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിലുള്ള സാധ്യതകളിലേക്ക് നിങ്ങൾ എത്തി നോക്കാതെ നിങ്ങളുടെ ദൈവം എന്തു പറയുന്നു ആ സാധ്യതകളിലേക്ക് എത്തുവാൻ. ഇനി നിങ്ങൾ മടുത്തു പോകുക. ബ്രദറെ, ഈ പ്രസംഗം എല്ലാം കേട്ട് ഭയങ്കര സന്തോഷമാണ്. പ്രസംഗം കഴിഞ്ഞാൽ ഫോൺ ഓഫ് ആയി കഴിയുമ്പോൾ എനിക്ക് വയ്യ, എൻ്റെ മനസ്സ് മൊത്തവും തകർന്നിരിക്കും. അപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണപ്പാ, ഞാൻ ഇങ്ങനെ മനപ്രയാസത്തിലിരിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ മനസ്സും ചിന്തയൊക്കെ ഭാരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഒരു മടിയും വേണ്ട. കർത്താവേ എന്നെ സഹായിക്കുക പരിശുദ്ധാത്മാ, എൻ്റെ മനസ്സിനൊരു ബലം വേണം. അപ്പ എനിക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരുവാൻ എന്നെ സഹായിക്കണമേ. മനസ്സിൽ ധൈര്യം വരുന്നത് വരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ പറയുന്നുണ്ട് ബ്രദറെ, എത്ര നേരം പറയുന്നുണ്ട്. ആ മനസ്സ് നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു സമാധാന അന്തരീക്ഷം എപ്പോൾ വരുന്നോ അതുവരെ ഈ വാക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കണം. പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവേ എന്നെ ബലപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവേ എന്നെ ശക്തീകരിക്കണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ ചിന്തകളെ അങ്ങ് നിയന്ത്രിക്കണമേ, പരിശുദ്ധാത്മാവേ ഈ ലോകത്തിന്റെ കണക്ഷനുകളെ മുറിച്ചിട്ട് ദൈവത്തിലുള്ള സാധ്യതകളെ എനിക്ക് മുമ്പിൽ തുറന്നു തരണമേ. ഒരു മടിയും വേണ്ട. നമുക്ക് പരിശുദ്ധാത്മാവിനോട് മാത്രമേ നമുക്ക് അപേക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ. കാര്യം പരിശുദ്ധാത്മാവാകുന്ന ദൈവം എന്നാണ് ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. ആമേൻ. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് ചെയ്യും? ആ സമയത്ത് നിങ്ങൾ മനപ്രയാസപ്പെടുന്ന വിഷയങ്ങളെ പയ്യെ അങ്ങ് ഒതുക്കും. എന്നിട്ട് സ്വർഗത്തിലെ ധനത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് തുറക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇതാണ് യഥാർത്ഥത്തിൽ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും കേട്ടും കണ്ടും പഠിച്ചേക്കുന്ന വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ താൻ പാതി ദൈവം പാതി. നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അലഞ്ഞു നടക്കണം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയണം. ഇതാണ് നമ്മൾ പലപ്പോഴും പഠിച്ചിരിക്കുന്നതെങ്കിൽ കർത്താവ് നമ്മളെ ഒരുക്കിയിരിക്കുന്നത് വലിയ പ്രവൃത്തികൾക്ക് വേണ്ടിയാണ്, വൻ കാര്യങ്ങളെ ചെയ്യുവാൻ വേണ്ടിയാണ്, വലിയ പ്രവൃത്തികളാൽ നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ വേണ്ടിയാണ്. നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. യൂട്യൂബിലും ലൈവിലോ കാണുന്നവർക്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ സൂമിന്റെ ലിങ്ക് ഉണ്ട്. തുടക്കത്തിൽ പറയാൻ വിട്ടുപോയി. നിങ്ങൾക്ക് അതിൽ കയറുമ്പോൾ മെമ്മറി ഫുള്ളാകുന്നുവല്ലോ, ഈ സ്റ്റോറേജ് ഫുള്ളാകുന്നുവല്ലോ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തേക്കണം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു അത് ഫുള്ളല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അതിൽ ലിങ്ക് ഉണ്ട്, അതിൽ പ്രസ് ചെയ്യുമ്പോൾ തൊട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല എങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമുക്കതനുസരിച്ച് സൂമിൻ്റെ ലെങ്ത് വർദ്ധിപ്പിക്കേണ്ടി വരും. ഇനിയും കസേരകൾ അനേകം ഇടേണ്ടി വരും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ സൂമിൽ കയറുന്നവർ ജസ്റ്റ് ലിങ്കിൽ പ്രസ് ചെയ്യുക.
കർത്താവ് നിങ്ങളെ സഹായിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്ന സമയമാണ്. ദൈവാത്മാവ് നമ്മളെ സഹായിക്കുന്ന സമയമാണ്. ദൈവാത്മാവ് നമ്മളെ അത്ഭുതമാക്കുന്ന സമയമാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവിൻ്റെ വലിയ മഹത്വം അങ്ങ് നിറയ്ക്കുന്നല്ലോ, വലിയ പ്രവൃത്തികളാൽ അങ്ങ് നിറയ്ക്കുന്നല്ലോ. ആരാധന യേശുവേ, ആരാധന യേശുവേ. നന്ദി പിതാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നപ്പ, ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നപ്പ. യേശുവിൻ്റെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ആത്മാവിലൊന്ന് കണക്റ്റഡ് ആകട്ടെ, പരിശുദ്ധാത്മാവിലൊന്ന് നിറയട്ടെ. ഇപ്പോൾ ഈ നിമിഷം തന്നെ നിങ്ങളുടെ അതിരുകൾ വിസ്താരമാകട്ടെ. ആ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളെ വിഴുങ്ങാൻ നിൽക്കുന്ന വിഷയങ്ങൾ, മുമ്പിൽ ഇനി ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ ഈ നിമിഷം തന്നെ കർത്താവിൻ്റെ വലിയ ശക്തിയാൽ ആ ഡോറുകൾ തുറന്നു വരാനോ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബിജോയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് വായിക്കുന്നതായിട്ട് പറഞ്ഞു. ബിജോയ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇന്ന് ആ ഭവനത്തെ സ്വർഗത്തിലെ ദൈവം സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് അനുഗ്രഹിക്കുന്നപ്പ കർത്താവെ, ഇന്ന് അങ്ങയുടെ വലിയ മഹത്വം എന്ന കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുന്നല്ലോ. വലിയ അത്ഭുതത്തെ കർത്താവെ അങ്ങ് റിലീസ് ചെയ്യുന്നല്ലോ. ആമേൻ പറഞ്ഞ് ആരാണോ വ്യക്തി, ആരുമായിട്ടാണോ ആ വ്യക്തിക്ക് ബന്ധമുള്ളത്, യേശുവിൻ്റെ നാമത്തിൽ സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആലോചനയെ സ്വീകരിച്ചാട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. വലിയ നന്മകളാൽ സ്വർഗം നിറയ്ക്കുന്നല്ലോ, വലിയ പ്രവൃത്തികളാൽ ഇന്ന് കർത്താവ് അങ്ങ് നിറയ്ക്കുന്നല്ലോ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനത്തെ കാണിക്കുന്നു, ഒരു സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇടപാട്. ആ രണ്ട് വ്യക്തികളുടെ ഇടയിൽ ഞാൻ കാണുന്നത് മഞ്ജു എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് എന്നെ കാണിക്കും. ഈ സ്വർണവുമായിട്ടുള്ള ഇടപാടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ സംഭവിച്ചതിൻ്റെ അകത്ത് ആ ഒരു കാലം കർത്താവ് എന്നെ കാണിച്ചു തരികയാണ്. ആ ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഒത്തിരി കൊടുത്ത് പല ആൾക്കാരും നിങ്ങളെ ഉപയോഗിച്ചു, പല നന്മകളും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായി തീർന്നു. പല കാര്യങ്ങളും ജീവിതത്തിൻ്റെ അകത്ത് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. നന്മയെ അപഹരിക്കുവാൻ വേണ്ടി നോക്കുന്നു. ഞാനാണ് മഞ്ജുവിന്റെ ഭാര്യയാണ്. ഈ പറഞ്ഞ അവസ്ഥ പ്രഥമയാണോ? ഫാമിലി തകർന്നിരിക്കുക. യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചാട്ടെ കർത്താവ് ഇന്ന് പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ഗോൾഡിന്റെ പേരിൽ സ്വർണം കാരണം യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവെ അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് സംഭവിക്കട്ടെ. കർത്താവ് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ കുരുക്കുകൾ ഇപ്പോൾ തന്നെ പൊട്ടട്ടെ. കുടുംബത്തെ സമാധാനത്തെ കളഞ്ഞ് ആ വിഷയത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ അങ്ങ് ഇറക്കുന്നതിന് നന്ദി പറയുന്നപ്പ. ആ കുടുംബ സമാധാനം വെളിപ്പെടട്ടെ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവര് ഇപ്പോൾ ഈ നിമിഷം കൈയെടുത്ത് വെച്ചാട്ടെ. എന്നിട്ട് നിങ്ങളുടെ രോഗാവസ്ഥയോട് പറഞ്ഞോട്ടെ, എനിക്ക് ഈ ഷുഗറും പ്രഷറും രോഗങ്ങളും ചുമക്കുവാൻ പറ്റില്ല. എൻ്റെ യേശു എൻ്റെ രോഗത്തെ വഹിച്ചതാണ്, കർത്താവ് എൻ്റെ രോഗത്തെ അനുഭവിച്ചതാണ്. എനിക്ക് രോഗിയാകാനല്ല, ബുദ്ധി ഒന്ന് അഫലമാകട്ടെ. ബുദ്ധിയാ പറഞ്ഞത് രോഗം വന്ന് മരിക്കുമെന്ന്, ബുദ്ധിയാ പറഞ്ഞത് ഇത് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്ന്, ബുദ്ധിയാ പാടും. ഇന്ന് ബുദ്ധി അഫലമാകട്ടെ, ബുദ്ധി അഫലമാകട്ടെ. സ്വർഗം പറയുന്നു യേശു ക്രിസ്തു വില കൊടുത്തു. സ്വർഗം പറയുന്നു കർത്താവ് വില കൊടുത്തത് കൊണ്ട് ഇനി രോഗത്തിനോ രോഗശക്തിക്കോ എൻ്റെ മേൽ അവകാശം. ഈ നിമിഷം ആ വേദന വിട്ടുമാറ, നാളെയല്ല, ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആ വേദനകൾ, രോഗങ്ങൾ, മുഴകൾ, പുതിയ ആന്തരിക അവയവങ്ങൾ ഉണ്ടായി വരുന്നു. കാഴ്ചകൾ വർദ്ധിക്കുന്നു, കേൾവി വർദ്ധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഊമൻ സംസാരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവരാജ്യത്തിൻ്റെ ശക്തി വെളിപ്പെട്ടു വരുന്നു. കൈയെടുത്ത് വെച്ച് ഇപ്പോൾ തന്നെ സംഭവിക്കുക. ഓ ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ മഹത്വം ഇന്ന് കർത്താവെ തുറക്കുന്നല്ലോപ്പ. കർത്താവെ അങ്ങയുടെ ശക്തിയുടെ വ്യാപാരത്താൽ അങ്ങ് നിറയ്ക്കുന്നല്ലോ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഇന്ന് കർത്താവ് എന്നെ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ ഭവനം കാണുന്ന സമയത്ത് ഈ നമ്മുടെ ഗണപതി എന്നുള്ള ആ ഒരു ഹിന്ദുസിൻ്റെ ഒരു ദൈവത്തിൻ്റെ ആ ഒരു ചിത്രം വീടിൻ്റെ മുൻവശത്ത് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ അവർ സ്റ്റിക്കറാണോ അതോ ഇങ്ങനെ ചെയ്തു വെച്ചേക്കെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുക. ആ വീട്
കഴിഞ്ഞിട്ടാണ് ഈ കേൾക്കുന്ന വ്യക്തിയുടെ ഭവനത്തിലേക്ക് വീടിലോട്ട് ചെല്ലുന്നത്. എന്നാൽ കർത്താവ് പറയുന്നു, ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുവാൻ, നിങ്ങളെ ദൈവം ഉപയോഗിക്കുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. അതായത് അവരുടെ വീടിന്റെ മുമ്പിൽ തന്നെ, അതായത് കയറി വരുന്നിടത്ത് തന്നെ, നമുക്ക് അകത്തോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ചിത്രം അവിടെ കാണാൻ പറ്റുന്ന ഒരു വീടാണ്. ആ വീട് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ വീട്. ഇവിടെ കർത്താവ് പറയുന്നു, ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം, നിങ്ങളെയും ആ ഭവനത്തെയും ദൈവം ഒരു സാക്ഷിവാക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ വിരോധവും പ്രതികൂലവുമായി നിൽക്കുന്ന സകലതും ഇന്ന് മാറിപ്പോകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് സ്വീകരിച്ചാട്ടെ, ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. ദൈവം വലിയ ഒരു പ്രവൃത്തിയെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളെ പിന്തുടരുമെന്ന വചനത്താൽ ഇപ്പോൾ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നന്ദി യേശുവേ, നന്ദി പരിശുദ്ധാത്മാവേ. അത് ഞാൻ സ്വീകരിക്കുന്നു ബ്രദർ. അത് ഞാൻ സ്വീകരിക്കുന്നു ബ്രദർ. ഈ പറഞ്ഞ ആലോചനയുമായിട്ട് ബന്ധമുണ്ടോ സിസ്റ്ററെ? ഉണ്ട് ബ്രദർ. അത് ഏറ്റെടുത്തു. ഉണ്ട് ബ്രദർ. ഒരേ ആലോചന രണ്ടു പേർക്കുണ്ടെങ്കിൽ അത് ഏറ്റെടുത്തോണം. കർത്താവിന് അത് സാക്ഷിവാക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ദൈവം അത് സാക്ഷി. ഈ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട കർത്താവ് എന്നെ ഒരു ലക്ഷ്മി എന്ന് പറഞ്ഞൊരു പേരും കൂടെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ദൈവത്തിന്റെ അത്ഭുതകരമായ സാക്ഷ്യത്തെ കർത്താവ് തുറക്കുന്നു. അപ്പോൾ നന്ദി. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. യേശുവേ നന്ദി കർത്താവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ആലോചന ഇടപെടുന്നു. എന്റെ മോളാണ് ലക്ഷ്മി, വീട്ടിൽ വിളിക്കുന്ന പേരാണ് ലക്ഷ്മി. ഈ പറഞ്ഞ അടയാളങ്ങളെല്ലാം ശ്രദ്ധിച്ചായിരുന്നു സിസ്റ്റർ? അത് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. വലിയ ദൈവപ്രവർത്തിക്ക് വേണ്ടി കർത്താവ് തൊടാൻ വേണ്ടി പോവാണ്. ദൈവം ഒരു അത്ഭുതം ചെയ്യും. ആ കുടുംബത്തിലും ദൈവം ഒരു അത്ഭുതമാക്കി ദൈവം മാറ്റും. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഇന്ന് കർത്താവ് എന്നെ മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നത്, അതായത് വീട്ടിലോട്ട് കയറി വരുമ്പോ തന്നെ വീടിന്റെ ആ ഒരു ഹോളിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു മീനിന്റെ അക്വേറിയം വെച്ചിരിക്കുന്ന ഒരു ഭവനം. അതായത് കയറി വരുമ്പോൾ ഡോറ് തുറക്കുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു അക്വേറിയം ഇരിക്കുന്നു. അക്വേറിയത്തിന്റെ വലതുവശത്തായിട്ട് തന്നെ ഒരു ഡോറിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ്, അകത്തോട്ടുള്ള എൻട്രൻസ് ആണ്. ഞാനൊരു ഭവനത്തെ കർത്താവിന് ഒരു ഇളം പച്ച പോലെ കാണാൻ പറ്റും. പക്ഷെ പച്ചയല്ല, ഒരു വൈറ്റും, എന്നാൽ അതുമായിട്ട് പ്യുവർ വൈറ്റും അല്ല, പ്യുവർ ആയിട്ടുള്ള പച്ചയുമല്ല, ഒരു ഇളം കളറിലെ ഒരു പെയിന്റ് ആണ് ആ വീടിന്റെ അകത്ത് ഞാൻ കർത്താവ് എന്നെ കാണിക്കുന്നത്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ കണ്ണാടി വെച്ചിട്ടുള്ള ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുകയും ആ കുടുംബത്തിലെ തലമുറേനെയും ഈ വ്യക്തിയെയും ഒരേപോലെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ഇന്ന് എന്നോട് കർത്താവ് ഒരു വാക്ക് പറയാണ്, ആ കുടുംബത്തിന്റെ മേൽ വലിയൊരു ദൈവത്തിന്റെ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഈ ചുവന്ന കളറിലെ ഇതുള്ള ഒരു മത്സ്യം അതിൻ്റെ അകത്ത് കിടക്കുന്നതായിട്ട് എന്നെ കാണുവാണ്. അതെന്തുകൊണ്ടാണ് കാണിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് മുമ്പ് അതിൻ്റെ അകത്ത് കടന്ന ഒരു 2 മത്സ്യങ്ങൾ ഇതേ കളറിലുള്ളത് അതിനെ അവിടുന്ന് തന്നെ അത് ചത്തുപോകുവാൻ ഇടയായി തീർന്നു. അപ്പൊ ആ വ്യക്തി, ഞാൻ ഈ പറയപ്പെടുന്ന തലമുറ വ്യക്തി, അതിനെ ഓർത്ത് ദുഃഖം വന്നൊരു വ്യക്തിയാണ്. 2 പ്രാവശ്യം അതേ കളറിലുള്ളത് ചത്തുപോയ നിമിത്തം സങ്കടപ്പെട്ടു. ഇതെന്താ കാണിക്കുന്നത് വെച്ചാൽ, അടയാളം കർത്താവ് വ്യക്തിയെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇന്ന് ആ കുടുംബത്തോട് കർത്താവ് പറയുന്നു, യേശുവിന്റെ നാമത്തിൽ അടയാളത്തോട് കർത്താവ് പറയുകയാണ്. എന്റെ മകനാണ്, എന്റെ വീട്ടിലാണ് ഉള്ളത്. 2 ദിവസത്തിന് മുമ്പേ മീന് ചത്തു. ഈ പറഞ്ഞ പോലെയാണോ അടയാളം? അതെ അതെ അതെ. ഈ പറഞ്ഞ പോലെയാണോ അടയാളം? മീന്റെ കാര്യമൊക്കെ പറഞ്ഞത്? കർത്താവ് കണ്ടതാകട്ടെ. ഭവനത്തെ ദൈവം കണ്ടിരിക്കുന്നു. ഇതൊരു അടയാളമായിട്ട് നിങ്ങളെ കർത്താവ് ലൊക്കേറ്റ് ചെയ്തതാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ സാക്ഷ്യമായി ഭവനം തുറക്കുന്നല്ലോ, വലിയ അത്ഭുതമായി സ്വർഗം തുറക്കുന്നല്ലോ. യേശുവേ നന്ദി കർത്താവ്. ആമേൻ പറഞ്ഞ ആലോചന സ്വീകരിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഇത് ഞാനിപ്പോ നമ്മൾ ഈ പ്രവചനാത്മാവിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ബുദ്ധി അഫലമായി, ബുദ്ധി ചിന്തിച്ചാൽ ആ വീട്ടിൽ വരാനോ
ആ കുടുംബത്തിന്റെ അകത്തിട്ടിരിക്കുന്ന മീനിന്റെ കളറോ ആ മീൻ 2 ദിവസം മുമ്പ് ചത്തുപോയ കാര്യമോ ഒന്നും ആരും ഫോൺ വിളിച്ച് പറയത്തില്ല അല്ലേ? ഒരു പ്രയറിൽ വിളിച്ചാൽ ഞങ്ങളുടെ വീട്ടിലെ മീൻ ചത്തുപോയി, 2 ദിവസം മുമ്പ് അതേ കളറിലെ മീൻ മരിച്ചുപോയി. പക്ഷേ ഇതെങ്ങനെ വെളിപ്പെട്ടു വരുന്നു, ഇതെങ്ങനെ മനസ്സിലാകുന്നു? ഇത് നിങ്ങളുടെ അകത്തും വ്യാപരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സത്യം. ഇതാണ് പരിശുദ്ധാത്മാവിനാൽ ലഭിച്ചിരിക്കുന്ന അഭിഷേകം. ഈ അഭിഷേകത്താലാണ് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാണുന്നതും. ഞാൻ എന്ന വ്യക്തി ഇപ്പം ഈ UK എന്ന് പറയുന്ന രാജ്യത്തിരുന്നു കൊണ്ട് കേരളത്തിലിരിക്കുന്ന ആ വ്യക്തിയുടെ ഭവനത്തിൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങൾ, ആ വ്യക്തിയുടെ വീടിൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങൾ, ആ വീട്ടിൽ 2 ദിവസം മുമ്പ് നടന്ന കാര്യങ്ങൾ, ഈ കർത്താവ് ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനാലാണ് ഇതെല്ലാം മനസ്സിലാക്കി തരുന്നത്. നിങ്ങളെ ദൈവം എവിടെയാണോ തടസ്സപ്പെട്ട് കിടക്കുന്നത് അവിടെ നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നിങ്ങൾ രാമേൻ പറഞ്ഞത് സ്വീകരിക്കുന്ന നിമിഷം മുതൽ ആലോചന നിങ്ങൾ അംഗീകരിക്കുന്നു എന്നതിൻ്റെ അർത്ഥമാണ്. ഇത് ഞാൻ ഓരോരുത്തരോടും പറയാൻ കാരണം നിങ്ങളുടെ അകത്തും ഇത് നിറയുന്നുണ്ട്. ഒരു ബ്രദറിൽ മാത്രമല്ല, ഓരോ വ്യക്തികളിലും ഇത് നിറയുന്നുണ്ട്, ഓരോ വ്യക്തികളിലും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവേ ഫിനാൻഷ്യൽ ഡോറുകൾ തുറന്നു വരട്ടെ. ഞാനൊരു വ്യക്തിയെ കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനൊരു വ്യക്തിയെ കാണിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ആ ഒരു ബെറ്റിക്കോട്ട് കൂടല്ല, പ്ലാസ്റ്റിക്കിന്റെ ഒരു കൂടിൻ്റെ അകത്ത്, ഒരു വൈറ്റ് കളറിലെ കൂടിൻ്റെ അകത്ത് പൈസ വെച്ചിട്ട് അത് പൊതിഞ്ഞൊരു പേപ്പറിൽ ഈ ഒരു കൂടിൻ്റെ അകത്ത് വെച്ച് മറ്റൊരു വ്യക്തിക്ക് മോതിരമിട്ട, അതായത് കയ്യിൽ ഒരു മോതിരമിട്ടിട്ടുള്ള ഒരു ഏകദേശം 46 വയസ്സടുത്ത് പ്രായമുള്ള ഒരു വ്യക്തിക്ക് ആ സമയത്ത് കൈമാറി പണം, ആ ഒരു സമയത്ത് പണം കൈമാറി. എന്നാൽ അത് നിമിത്തം ആ വ്യക്തിക്ക് പണം കൈമാറിയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ആ പണം തിരിച്ച് ലഭിച്ചില്ല. അത് നിമിത്തം ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി, ഒത്തിരി പ്രതികൂലത്തിലൂടെ കടന്നുപോയി. അതിനുവേണ്ടി ഒത്തിരി നിങ്ങൾ ഭാരപ്പെടേണ്ടി വന്നു, പ്രയാസപ്പെടേണ്ടി വന്നു. വലിയൊരു കുരുക്കായിരുന്നു അത് സംഭവിച്ചത്. ആ കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. നിലയില്ലാ കയത്തിലേക്ക് നിങ്ങളെ ഉന്തിവിടാൻ നോക്കിയ സകല പിശാചിന്റെ പ്രവൃത്തികളും ഇന്ന് ആ കുടുംബം വിട്ട് മാറിപ്പോകുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് അടയാളം ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അത് ആമേൻ പറഞ്ഞ് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിച്ചാട്ടെ. ദൈവം വലിയ വഴികളെ തുറക്കാൻ വേണ്ടി പോകുന്നു. ആ കുരുക്ക് ഇന്ന് അഴിയുക യേശുവിന്റെ നാമത്തിൽ. കർത്താവിനാൽ ഇന്ന് അവിടെ സാക്ഷ്യം തുറക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ ഇന്ന് അങ്ങയുടെ കൃപയ്ക്കായി നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പാ. ബ്രദറെ അതെന്റെ വീടാ. പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്. അതെ, ഈ പറഞ്ഞ അടയാള സിസ്റ്റർ കേട്ടായിരുന്നോ? ഈ കേട്ടു. സിസ്റ്റർ ഇവിടെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. 50,000 രൂപ വാങ്ങിയായിരുന്നു ബ്രദറെ. ഈ പറഞ്ഞ പോലെയാണ് അത് സംഭവിച്ചത്. കിട്ടിയില്ല. അതെ, അത് യേശുവിന്റെ നാമത്തിൽ ആ കുരുക്ക് ഇന്ന് അഴിയോ കേട്ടോ. നമ്മുടെ നന്മ അപഹരിച്ചുകൊണ്ട് പോയി കൊടുക്കൽ വാങ്ങലിലൂടെ നഷ്ടപ്പെട്ടത്. ഈ കാര്യം വല്ലോ സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല ബ്രദറെ. എന്നാൽ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. ദൈവം ആ വിഷയത്തെ തൊടാൻ വേണ്ടി പോവാണ്. അത് നിമിത്തമുണ്ടായ സകല ഞെരുക്കങ്ങളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ, സകല ഭാരങ്ങളും കുരുക്കുകളും ഇന്ന് പൊട്ടുകയാണ്. കർത്താവേ, ഇന്ന് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന തെറ്റായ കൊടുക്കൽ വാങ്ങലുകൾ, അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയ നന്മകൾ, ഇപ്പോൾ അപഹരിച്ചുകൊണ്ട് പോയത് മടങ്ങി വരട്ടെ. ആമേൻ പറഞ്ഞത് സ്വീകരിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിക്കായി ഞങ്ങൾ വേർതിരിക്കുന്നു, വലിയ അത്ഭുതത്തിനായി വേർതിരിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി യേശുവേ. പരിശുദ്ധാത്മാവെ ഞങ്ങൾ വാഴ്ത്തുന്നപ്പാ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ, എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരുന്നേ. കർത്താവിന്റെ വലിയ പ്രവൃത്തി എല്ലാവരും ഈ സമയത്ത് മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. മറ്റൊരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ ഒരു 2013 മുതൽ 2018-16 കാലം വരെ ഒരു തമിഴ്നാട് ടു ചെന്നൈയിലേക്കുള്ള ഒരു യാത്രയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ചെന്നൈയിൽ വെച്ചൊരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നം ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം, ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അത് വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലേക്ക്, അവസ്ഥയിലേക്ക് നിങ്ങളെ കണ്ടുപോയി.
എന്നാൽ അത് നിമിത്തം ഞാൻ കാണുന്ന ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട ഒരു ലോക്കാണത്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്നത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവെ ആ ലോക്ക് ഇപ്പോൾ അത് അഴിയട്ടെ. യേശുവിൻ്റെ മ്യൂട്ട് മാറ്റിയത് പറയാനാണെങ്കിൽ നിങ്ങളത് മ്യൂട്ട് മാറ്റുക, അല്ലാത്ത പക്ഷം നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ആലോചന സൂമിലാണ് ഇടപെടുന്നതെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന അടയാളങ്ങൾ നിങ്ങളോടുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ, സൂമിലാണെങ്കിൽ നിങ്ങൾ മ്യൂട്ട് മാറ്റുക. അല്ല യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇന്ന് സ്ട്രീമിലെല്ലാം ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിലാണെങ്കിൽ നിങ്ങളത് സ്വീകരിക്കുക. വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. യേശുവെ നന്ദി കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തിക്കായി നന്ദി പറയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ ആ വ്യക്തിയെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മനസ്സമാധാന ഉള്ളത്തിൽ നിറയട്ടെ, കുരുക്കുകൾ പൊട്ടട്ടെ, അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. നന്ദി കർത്താവ്, നന്ദി കർത്താവ്. ഇന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ 2 വ്യക്തികളെ കർത്താവ് ഇന്ന് സ്പർശിക്കുകയാണ്. ആ 2 വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിന് നിയോഗം തരികയാണ്. വീണയെന്നും രമ്യ എന്നും പറഞ്ഞ 2 വ്യക്തികൾ ആ കുടുംബത്തിന്റെ അകത്തുള്ള 2 സഹോദര കുടുംബത്തിന്റെ അകത്തുള്ള വ്യക്തികളാണ്. വീണയെന്നും രമ്യയെന്നും പറയുന്ന 2 വ്യക്തികളെ കർത്താവ്, ആ 2 കുടുംബങ്ങളെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് കർത്താവിനോട് ഈ ദിവസങ്ങളിൽ പറയുന്നു, ആ 2 കുടുംബങ്ങളെയും ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി കർത്താവ് ഇന്ന് ഒരുക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇത് തുറന്നു പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം തന്നെ കർത്താവെ ആ കുടുംബത്തിന്റെ മേൽ ദൈവപ്രവൃത്തി തുറന്നു വരട്ടെ. അത്ഭുതകരമായ വ്യത്യാസം ഇന്ന് ആ കുടുംബത്തിൽ തുറക്കട്ടെ. ആ വ്യക്തിയുമായിട്ട് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞ് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ഇന്ന് ആ കുടുംബങ്ങളെ കണക്ട് ചെയ്ത് ദൈവം വലിയൊരു പ്രവൃത്തിയെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. വലിയൊരു പ്രതിസന്ധി അവിടുന്ന് മാറുന്നു, വലിയൊരു സ്വസ്ഥത അവിടെ ഉണ്ടാകുന്നു. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. ദൈവം അനർത്ഥത്തിന് ദൈവമല്ല, അനർത്ഥങ്ങളെ വിടിവിച്ച് മാറ്റുന്ന ദൈവമാണല്ലോ. അപ്പ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ നിങ്ങൾ ഈ നിമിഷം മുതൽ അത് ചെക്ക് ചെയ്ത് ആ രോഗത്തെ യേശു ക്രിസ്തു എടുത്ത് മാറ്റിയിരിക്കുന്ന വേദനകളെ കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു. കർത്താവിൻ്റെ മുറിവ് എൻ്റെ ആരോഗ്യമാണ്, കർത്താവിൻ്റെ മുറിവ് എൻ്റെ അത്ഭുതമാണ്. ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ സൗഖ്യത്തിനായി നന്ദി, അത്ഭുതത്തിനായി നന്ദി, സാക്ഷ്യത്തിനായി നന്ദി, ദൈവപ്രവർത്തികൾക്കായി നന്ദി പറയുന്നപ്പ. ഓരോരുത്തരെയും വേർതിരിക്കുന്നു, ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നപ്പ. അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ അപ്പം ഞങ്ങളുടെ ദൈവം, സാക്ഷ്യങ്ങളെ തുറക്കുന്ന ദൈവമാണല്ലോ ഞങ്ങളുടെ ദൈവം. ഈ ദിവസങ്ങളിൽ അനർത്ഥം വിട്ടൊഴിഞ്ഞ് അത്ഭുതത്തിനായി ഞങ്ങൾ വേർതിരിക്കുന്നു. പ്രാർത്ഥിച്ചെന്ന് ബ്ലസ് ചെയ്യുന്നപ്പ സൗഖ്യം നടക്കുക കേട്ടോ. ശരീരത്തിൽ വിട്ടുകൊടുക്കരുത്. രോഗം എൻ്റെ അവകാശമല്ല, സൗഖ്യം എൻ്റെ അവകാശമാണ്. സൗഖ്യം എൻ്റെ അവകാശമാണ്. ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ച് തീരാനുള്ളതല്ല ഞാൻ. യേശുവിൻ്റെ ബൈബിളിൽ ഒരു സ്ഥലത്ത് പോലും മരുന്ന് കഴിക്കാൻ പറയുന്നില്ല. കർത്താവ് പറഞ്ഞേക്കുന്നത് യേശുവിൻ്റെ മുറിവിനാൽ സൗഖ്യം. ഇപ്പം രോഗികളായി ഭാരപ്പെടുന്നവർ ഇന്ന് മരുന്ന് കഴിക്കുന്നവർ ഉടനെ മരുന്ന് എടുത്ത് കളയാനല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. കൈ വെച്ചിട്ട് പറയണം, ഡോക്ടർ മരുന്ന് തന്ന ഡോക്ടർ തന്നെ പറയും ഇനി മരുന്ന് കഴിക്കണ്ട, ഈ മരുന്ന് ഇനി കഴിക്കണ്ട എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ തന്നെ ഇതേപോലെ സാക്ഷ്യം ഇപ്പോൾ സംഭവിക്കുന്നു. ആ വേദനയുള്ള ഭാഗത്തൊന്ന് ചെക്ക് ചെയ്ത് യേശു ഇപ്പോൾ അത്ഭുതം ചെയ്തിരിക്കുന്നു. വേദനകൾ വിട്ടു മാറിയിരിക്കുന്നു. ആ ഞരമ്പുകളുടെ മേൽ, അസ്ഥികളുടെ മേൽ, ആന്തരിക അവയവങ്ങളുടെ മേൽ, കാഴ്ചയുടെ എല്ലാവരുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ആ ഡയബറ്റിക്കിനോട്, ഷുഗറിനോട്, പ്രഷറിനോടൊക്കെ സ്റ്റോപ്പ് ആകുമെന്ന് കൽപ്പിക്കുന്നു. ഇനി മേലാൽ ഇതെൻ്റെ മേൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വേരിയേഷൻ സംഭവിക്കത്തില്ല. അത് കൺട്രോളായി തന്നെ നിൽക്കും. ജീവിതകാലം മുഴുവനും അത് കൺട്രോളായി നിൽക്കും. പുതിയ അവയവങ്ങൾ എവിടെയാണ് അതിന് മിസ്റ്റേക്ക് ഉള്ളത്, അത് പുതിയത് സംഭവിച്ചിരിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. വലിയ കൃപകൾക്കായി നന്ദി പറയുന്നു. നമുക്ക് ഈ നിമിഷം സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കാം. ഈ സമയം സാക്ഷ്യങ്ങളോ ദൈവിക ആലോചന ഇടപെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്. സാക്ഷ്യം കേൾക്കുന്നത് വലിയ നിങ്ങൾ ചാടിപ്പോകുന്നത് എനിക്കറിയാം, ധൃതി ഉള്ളതെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം കർത്താവ് ചെയ്ത ആലോചന ഒന്നേ ഉള്ളെങ്കിൽ പോലും ഇത് കേൾക്കുന്നത് ഒരു ബലമാണ്. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നു. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരെ അനുഗ്രഹിക്കുന്നു. 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി. 2, സുവിശേഷത്തിൻ്റെ വേലയിൽ നമ്മൾ വിതയ്ക്കുന്നു. സുവിശേഷം പഠനത്തിന് വേണ്ടി നമ്മൾ വിതയ്ക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതൊക്കെ അനുഗ്രഹമാണ്. ഇത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയല്ല, അനുഗ്രഹിച്ചത് കൊണ്ട് ഞാൻ വിതയ്ക്കുന്നു. നിങ്ങളുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർധനവിൽ നിൽക്കുന്നപ്പോൾ
അവരുടെ ദശാംശങ്ങളായിക്കോട്ടെ, മുടങ്ങാതെ കർത്താവെ അവരുടെ ജോലിയിൽ ലഭിക്കുന്ന നന്മകളിൽ നിന്ന് അവർ മാറ്റിവെക്കുന്ന ദശാംശങ്ങളായിക്കോട്ടെ, അവരുടെ കർത്താവെ ഓഹരികളായിക്കോട്ടെ, എല്ലാം വിതയ്ക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ വായ്പ മേടിക്കത്തില്ല, തകർന്നു പോകത്തില്ല. നന്മയും കരുണയും അവർ ആയുഷ്കാലമൊക്കെയും അവരുടെ പുറകെ വരും. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വിശാലതയ്ക്ക് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് വരാൻ പോകുന്ന ഡിസംബറിൽ ഞാൻ ആഗ്രഹിക്കുന്നു, കർത്താവ് അനുവദിച്ചാൽ നമുക്ക് ഡിസംബറിൽ ഒരുമിച്ച് പ്രാർത്ഥനയിൽ കൂടാൻ പ്രാർത്ഥിക്കുക. നിങ്ങൾക്കറിയാലോ, ഇവിടുത്തെ കാര്യങ്ങളിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അത് ക്രമീകരിക്കപ്പെടുവാനും അത് വേഗത്തിൽ നമുക്ക് കൂടി വരുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ കേരളത്തിൽ നടക്കാൻ പോകുന്ന നമ്മുടെ പ്രാർത്ഥനകൾ ആ ഒരു സമയത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ദൈവത്തിന്റെ ഹിതം നടക്കട്ടെ. എങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുക. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ വേഗത്തിൽ നിങ്ങളെ വിട്ടുകിട്ടേണ്ടതിന്, എന്നെ വിട്ടുകിട്ടേണ്ടതിനെന്ന് പറയുന്നത് പോലെ നമുക്ക് ഒരുമിച്ച് കൂടേണ്ടതിന് കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. പല പട്ടണങ്ങളും നമുക്ക് ഒരുമിച്ച് കൂടാം. ഒരുമിപ്പിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ കർത്താവിനെ സ്തുതിക്കാം. അതിനായിട്ട് നിങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ശക്തമായി പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ പ്രാർത്ഥനാ വിഷയമല്ല, നിങ്ങൾ ചിന്തിക്കല് ബ്രദറിന് പ്രാർത്ഥിക്കാൻ മേലഞ്ഞിട്ടല്ല, പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അർജന്റ് പ്രയറാണോ? അത്ഭുതം നടന്നു കഴിഞ്ഞു. നമ്മൾ ഇത്രയും പേര് ഒരുമിച്ചാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത്. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഒരേ സാക്ഷ്യമുള്ളവർ നിങ്ങൾ ഏറ്റെടുത്താൽ മതി. എടുത്തു പറയേണ്ട ആവശ്യമില്ല. ബിജോയ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സഹപ്രവർത്തകരുടെ ഭർത്താവാണ്. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി ഏറ്റെടുക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. പറഞ്ഞു. ബിജോയ് എന്ന് പറയുന്നത് എന്റെ മോള് ഭർത്താവാണ്. ഞാനത് ഏറ്റെടുക്കുന്നു. ഒരേ ആലോചന ഒരേപോലെ വന്നവർ ഏറ്റെടുത്താൽ മതി. നിങ്ങൾ എടുത്തു പറയണമെന്നില്ല. യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചാൽ മതി. കർത്താവ് ഒരു സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ്. എനിക്ക് കുറെ ദിവസമായിട്ട് ഇനി ഇരിക്കുമ്പോ ഇവിടെ ഈ ഒരു എല്ലിന് ഭയങ്കര വേദന. അപ്പൊ നമ്മളെ ചർച്ചിലൊക്കെ കഴിഞ്ഞ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയായിരുന്നു. അപ്പൊ എനിക്ക് ഇരിക്കാൻ കഴിയില്ലായിരുന്നു കുറെ നേരമായിട്ട്. ഇപ്പൊ ഞാനിപ്പോ പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പല വിധത്തിൽ ഇരുന്ന് നോക്കിയപ്പോഴൊന്നും എനിക്ക് വേദന ഇല്ല. വേദന മാറിപ്പോയി പാസ്റ്റർ. ആമേൻ. കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവമാണ്, അങ്ങ് അത്ഭുതത്തിന്റെ ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ഞാൻ റാണിയാണ്. പറഞ്ഞു. കേൾക്കുന്നുണ്ട്. ഒരുമിച്ച് പറഞ്ഞു. ഞാൻ ഇവിടെ UK മോളുടെ ഡെലിവറിക്ക് വേണ്ടി ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാനന്ന് ബ്രദറിനോട് പറഞ്ഞായിരുന്നു ഇതുപോലെ ഫൈൽസിന്റെ അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ അത് പെട്ടെന്ന് മാറി. അതിനുശേഷം ഞങ്ങള് രണ്ടുപേരും നാട്ടിലേക്ക് പോകാനായിട്ട് 8-ാം തീയതി പോകാൻ വേണ്ടി റെഡിയായി ഇരിക്കുവാണ്. അപ്പം കുഞ്ഞിന്റെ പാസ്പോർട്ട് ഇതിനു വേണ്ടി ഞങ്ങൾ അപേക്ഷിച്ചായിരുന്നു. അപ്പൊ 8 ആഴ്ചക്കുള്ളിലെ കിട്ടണമെന്നാ പറഞ്ഞത്. പക്ഷെ ദൈവത്തിന്റെ ഒരു അത്ഭുതത്തിൽ ഇന്ന് പാസ്പോർട്ട് ഡെസ്പാച്ച് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് അവർക്ക് മെസ്സേജ് വന്നു. ഞങ്ങൾ ഒരുമിച്ച് പോകാനായിട്ട് നന്ദി പറയുന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് ഈ രാജ്യത്ത് കൊണ്ടുവന്ന നന്ദി. വലിയ സാക്ഷ്യമാക്കി ഇനിയും രാജ്യങ്ങളിൽ പോട്ടെ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. പറഞ്ഞു. ബ്രദർ, എന്നെ ഒരു സാക്ഷ്യം പറയാനാണ്. എന്റെ മകന് ജർമ്മനിയിൽ പോകാനായിട്ട് 3 മാസം കൊണ്ട് ലോണിന് കൊടുത്തിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന ഒരു ബാങ്കിന്റെ ഒരു സ്റ്റാഫ് അതിനകത്തൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് വന്നതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെട്ട തുക നമുക്ക് കിട്ടിയില്ല. അതിന് ഏറ്റവും കുറഞ്ഞ തുകയാണ് നമുക്ക് പാസ്സാക്കുക. അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റാതെ 3 മാസം കൊണ്ട് നമ്മൾ മാനസികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ MBA കൊണ്ട് പറയിച്ചു, MLA കൊണ്ട് പറയിച്ചു, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും അത് മാറുന്നില്ല. ഞാൻ ഒത്തിരി വ്യസനപ്പെട്ട് പ്രാർത്ഥിച്ച് ഇന്നലെ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. ഇന്നലെ ഞാൻ പ്രെയർ ലൈന് വിളിച്ചപ്പോൾ അജിത സിസ്റ്ററിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എമർജൻസി ആയിട്ട് നമ്മൾ ആവശ്യപ്പെട്ട തുക പാസ്സായെന്നും വിളിച്ചു പറഞ്ഞു ബാങ്കിൽ നിന്ന്. അങ്ങനെ ഒരു വലിയൊരു അത്ഭുതമാണ്. 3 മാസം കൊണ്ട് നടക്കാത്ത ഒരു സംഭവമായിരുന്നു. ഇനി അതുപോലെ തന്നെ വിസ നമുക്ക് അവൻ 16-ാം തീയതി ക്ലാസ് തുടങ്ങുവാണ്. പക്ഷെ നമുക്കറിയാം 1 മാസം എങ്കിലും എടുക്കണം മാനുഷികമായിട്ട് ചിന്തിച്ചാൽ വിസയ്ക്ക്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും കുറഞ്ഞ സമയത്തുള്ള വിസ പാസ്സാകുമെന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആമേൻ. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് സഹായിച്ച കൃപയ്ക്ക് നന്ദി. തക്ക സമയത്ത് പ്രാർത്ഥിക്കുവാനും ഇന്ന് കേട്ടതുപോലെ തന്നെ തടസ്സം മാറി അത്ഭുതത്തെ കാണാൻ സ്വർഗ്ഗം ഇടയാക്കിയല്ലോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദർ, ഒരു സാക്ഷ്യം പറയാനുണ്ട്.
പറഞ്ഞു. എനിക്ക് 2 ദിവസം മുന്നേ രാത്രി ഒരു 11 മണിയായപ്പോ ഭയങ്കര നെഞ്ചിൽ വേദന വന്നിട്ട് ഞാൻ എല്ലാവരും ഉറങ്ങുമ്പോൾ 2:30 വരെ ഞാൻ ഇങ്ങനെ നടന്ന് വെള്ളമൊക്കെ കുടിച്ചത് മാറാണ്ട് അങ്ങനെ പിന്നെയും വെച്ചിട്ടിരുന്ന പറ്റുമെന്ന് വെച്ചിട്ട് മോനും ഞാനും കൂടി 2:30 നേരത്തെ ആശുപത്രിയിൽ പോയി. അവിടെ ചെന്ന് പറഞ്ഞ ഇഞ്ചക്ഷനൊക്കെ ചെയ്തു. പക്ഷെ വേദന മാറണുണ്ടായില്ല. ഇനി കുറവുണ്ടെങ്കിൽ ഇവിടേക്ക് വരണ്ട, വേറെ ഹോസ്പിറ്റലിലേക്ക് പോക്കോ, വേറെ ടെസ്റ്റുകളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് പോന്നു. എനിക്ക് വേദന മാറണുണ്ടായില്ല. എന്റെ കർത്താവ് യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ രോഗിയല്ല, എനിക്ക് യേശുവിന്റെ രോഗമൊക്കെ വഹിച്ചത് കൊണ്ട് ഞാൻ രോഗിയാവുകയില്ല. ഇങ്ങനെ വചനം പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം വേറെ ആശുപത്രിയിൽ പോയി. ഇന്ന് പോയി എല്ലാ ടെസ്റ്റുകളും അറ്റാക്ക് ആണോ എന്ന് അറിയാനുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്തു. ആ ടെസ്റ്റിൽ ഒരു കുഴപ്പം എനിക്ക് ഉണ്ടാവരുത് കർത്താവെ, ഞാൻ ഇന്നത്തെ മീറ്റിംഗിൽ ഞാൻ സാക്ഷ്യം പറയാന്ന് പറഞ്ഞു. അങ്ങനെ റിസൾട്ട് വന്നു. ഒരു കുഴപ്പങ്ങളില്ല, എല്ലാം നോർമലായിട്ട് കണ്ടു. കർത്താവ് ചെയ്ത അത്ഭുതം ഞാൻ സാക്ഷിയായിട്ട് പറയുന്നു. നന്ദി യേശുവേ, ആമേൻ. സ്തുതി. കർത്താവെ, അങ്ങ് തൊട്ടതിന് നന്ദി, അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി. പറഞ്ഞ പോലെ തന്നെ സകല റിസൾട്ടുകളും അനുകൂലമായി വന്നതിന് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ബ്രദറെ, പ്രൈസ് ലോർഡ്. പറഞ്ഞു ബ്രദറെ സിസ്റ്ററെ. എന്തോ പറഞ്ഞു. ബ്രദറെ ഞാൻ ഇന്നലെ ആരാധനയ്ക്ക് ഇപ്പൊ ഉച്ചക്കാണ്, ഞാൻ ഇവിടെയാണല്ലോ, ദുബായിലാണ്. അപ്പൊ ഞങ്ങക്ക് 3 മണിക്ക് ആരാധന. ഉച്ചക്ക് 1:45 ജോലിയൊക്കെ കഴിഞ്ഞ് ധൃതി പിടിച്ച് ഓടിപ്പോകായിരുന്നേ. അപ്പൊ റോട്ടിലെത്തിയപ്പോ ഞാൻ ഇങ്ങനെ കാണയില് തട്ടി വീണ് നല്ലതായിട്ട് എന്റെ മുട്ടുകാല അടിച്ചുകൊണ്ട്. പക്ഷെ മുട്ടുകാല അടിച്ചു കൊണ്ടപ്പോ തന്നെ ഞാൻ യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ ഇങ്ങനെ എനിക്ക് ആരാധനയ്ക്ക് പോകണമെന്നുള്ള ഒറ്റ ഇതിൽ ഞാൻ അങ്ങ് പോയി. പക്ഷെ എനിക്ക് ഒരു വേദനയില്ല, ഒന്നുമില്ല ബ്രദറെ. അത് വലിയൊരു ഇതാന്ന് വെച്ചാൽ ഇങ്ങനെ വചനം പറഞ്ഞു തന്നെ പെട്ടെന്ന് ആ വചനം എനിക്ക് പറയാൻ കിട്ടിയത് വലിയൊരു ദൈവത്തിന്റെ അനുഗ്രഹം. അത് തന്നെ എന്റെ ഒരു കുഴപ്പമില്ലാതെ എനിക്ക് മനസ്സിലായി. ശരിക്കും എന്റെ മുട്ടിന്റെ ചേട്ടയ്ക്ക് എന്തേലും പറ്റണ്ട അത്രയ്ക്ക് വീഴ്ചയും വീണത്. ഒരു കുഴപ്പമില്ല ബ്രദറെ. അത് ദൈവത്തിന് വലിയാണ്. ഞാനൊരു സാക്ഷിയായിട്ട് പറയുന്നു. ഇപ്പൊ വേദനയില്ല സിസ്റ്റർക്ക്? വേദനയില്ല, തൊലി പോയി, എന്റെ മുട്ടുകാലിന്റെ തൊലി പോയി. പക്ഷെ എനിക്ക് ഒരു വേദനയില്ല, ഒരു കുഴപ്പമില്ല ബ്രദറെ. ആമേൻ. പ്രിയസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ അതുപോലത്തെ വീഴ്ചയായിരുന്നു. ആ വലിയൊരു അനർത്ഥം അവിടെ സംഭവിക്കണം. പക്ഷെ പെട്ടെന്ന് നമ്മുടെ കൈവശം ഇരിക്കുന്ന സാധ്യതയെ ഉപയോഗിച്ചു. കർത്താവിന്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നു, കൈ അങ്ങ് വെച്ചു പ്രാർത്ഥിച്ചു. അതാണ് നമ്മൾ തക്ക സമയത്ത് നമ്മളെ ഓർപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് വചനം കേട്ടതുപോലെ തന്നെ പ്രാർത്ഥിച്ചു. ഇപ്പൊ ആ വേദനയില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അത്രയും വീഴ്ചയാണ് സിസ്റ്റർ പറഞ്ഞത്. അത് തകർന്നു പോകേണ്ടതായിരുന്നു. പക്ഷെ കർത്താവ് സൗഖ്യമാക്കി, വേദന മാറ്റി. യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും ഉള്ളവർ പറഞ്ഞോട്ടെ, സാക്ഷിയുള്ളവർ. ബ്രദറെ, ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ പിന്നെ കൂട്ടാൻ വെച്ചോണ്ടിരിക്കുമ്പോ കടുക് വറുത്തതാണ്. എണ്ണ എന്റെ കയ്യിലേക്ക്, കൈയുടെ പത്തിയുടെ മുകളിലേക്ക് ആയിട്ട് വീണിട്ട് പുകച്ചിലും പൊള്ളി. എന്നിട്ട് ഞാൻ അപ്പൊ തന്നെ പൊള്ളിന്ന് ഞാൻ വിചാരിച്ചില്ല. യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നെന്ന് പറഞ്ഞപ്പോ അത് കൊമള പോലെ വന്നിട്ട് ഇന്നലെ ഞാനത് കൈവച്ച് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ തിരുമുറിവിനാൽ പൂർണ്ണ വിടുതൽ സൗഖ്യം തന്നതിനായി നന്ദി പറഞ്ഞു. ഇന്ന് നോക്കുമ്പോ അതൊരു പാട് പോലും ഇല്ല എന്റെ കയ്യില്. കൊമള വന്നതായിരുന്നു, പാട് പോലും ഇല്ല. ദൈവത്തിന് നന്ദി. കർത്താവിന്റെ അത്ഭുതകരമായ രോഗസൗഖ്യത്താൽ നിങ്ങൾ നിറയപ്പെടട്ടെ. പ്രിയസ്റ്റർ ഏത് വന്നാലും ചാടി കൈവച്ചോണം. പ്രിയസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ വേദന, ആ പൊള്ളലേറ്റ ഭാഗത്ത് ഒരു പാടുപോലും ഇല്ലാതെ വണ്ണം കർത്താവ് പൂർണ്ണ സൗഖ്യമാക്കി. നമ്മൾ കർത്താവിന്റെ നാമത്തിന്റെ വചനത്തെ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശക്തിപ്പെടും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു സിസ്റ്ററെ. ഹലോ ബ്രദർ. പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ആദ്യം ബ്രദർ പറഞ്ഞായിരുന്നല്ലോ ബിജോയ് എന്ന് പറഞ്ഞ്. ഹലോ, കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ബിജോയ് എന്ന് പറഞ്ഞിരുന്നില്ലേ? എന്റെ ഹസ്ബൻഡാണ്. പുള്ളി കുറച്ച് നാളായിട്ട്, ഇപ്പൊ 2 മാസമായിട്ട് ഹാർട്ടിന് പ്രശ്നമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് ബ്രദർ, അത് ഞാൻ എന്റെ ഹസ്ബൻഡാണെന്ന് വിശ്വസിക്കുന്നത്. കാരണം പുള്ളി തന്നെ എന്നെയും കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് രാത്രിയിൽ ഭയങ്കരമായിട്ട് പൈശാചിക ബന്ധനം പോലെ എന്തൊക്കെയുണ്ട്. രാത്രി ദുസ്വപ്നങ്ങൾ കാണുന്ന, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഒരുപാട് നാളായി അതിന് മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷെ ആ മരുന്ന് കഴിച്ചാലും എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ദുസ്വപ്നങ്ങളും പുള്ളി എന്നെ കൊണ്ട് ഒരുപാട്
ഇഷ്ടപ്പെടുന്നുണ്ട്. പുള്ളിക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ പുള്ളിക്ക് ഞാൻ എൻ്റെ പ്രാർത്ഥന പുള്ളിയുടെ അസുഖം മാറിക്കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പുള്ളിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ തീർച്ചയായിട്ടും എസ്രത ഏറ്റെടുത്തോണം. എനിക്കും എന്റെ കുടുംബത്തിലും ഞങ്ങൾ സമാധാനത്തോടെ അത്ഭുതകരമായ സാക്ഷിയായിട്ട് ലോകക്കാരുടെ മുമ്പിൽ നടക്കുമെന്ന് എല്ലാ ദിവസവും പറഞ്ഞോണം. രോഗക്കിടക്കയൊക്കെ മാറ്റിവിരിക്കുമെന്ന് ബൈബിൾ പറയുന്നത് പോലെ അതുപോലെ സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ഏറ്റെടുത്ത സിസ്റ്റർ കേട്ടോ. ആമേൻ. ഹലോ മറ്റാരും പറഞ്ഞു ഹലോ പറഞ്ഞു എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു സിസ്റ്റർ. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വിളിക്കുവാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ഞാന് ജനുവരി ആദ്യം തൊട്ടാണ് ഈ പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങിയത്. അന്ന് ഞങ്ങള് ആദ്യമായിട്ട് വെച്ച ദിവസം ഇതുപോലെ എന്നെ അവിടെ പ്രാർത്ഥന പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ അന്ന് തൊട്ട് ഈ പ്രാർത്ഥന പങ്കെടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ മാർച്ചില് ഇതുപോലെ 20-ാം തീയതി ഇതുപോലെ എന്നെ എന്റെ മകനെയും പ്രാർത്ഥന പറഞ്ഞായിരുന്നു. അന്ന് തൊട്ടേ ഞാൻ ഈ പ്രാർത്ഥന പങ്കെടുത്തോണ്ടിരിക്കുവാൻ. ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര മദ്യവെച്ചിട്ട് എന്റെ ഭർത്താവ് ഭയങ്കര മേളമായിരുന്നു. അങ്ങനെ രാത്രിയിലും പകലും ഒന്നും വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കാനോ ഉറങ്ങാനോ ഒന്നും താമസിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ പ്രാർത്ഥന പങ്കെടുത്ത അന്ന് തൊട്ട് ഇപ്പൊ ഒരുപാട് മാറ്റം ഞങ്ങളുടെ കുടുംബത്തിന് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ആഹാരം തന്നെ ഈ തണുത്തതൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ എന്റെ ശരീരം മുഴുവൻ എന്റെ ഭർത്താവ് ഈ ഒരേ ആണുങ്ങളെ സംശയം തോന്നി ഒരുപാട് ദൈവോത്തരം എനിക്ക് എന്റെ ശരീരം മൊത്തം എന്നെ അടിച്ച് എനിക്ക് വേദന കൊണ്ട് എനിക്ക് കിടക്കാനോ എണ്ണിക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. ഞാൻ ഈ പ്രാർത്ഥനയിൽ കയറി ഈ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിച്ചിപ്പം എന്റെ ശരീരത്തിന് ഒരുപാട് വേദനകൾ വിട്ടുമാറിയിരിക്കുകയാണ്. ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു എനിക്ക്. അത്രയ്ക്കും ശരീരത്തിന് വേദനയായിരുന്നു എനിക്ക്. എന്താന്ന് വെച്ചാല് മദ്യവെച്ചിട്ട് ഒന്ന് വീട്ടിൽ വന്ന് ഭയങ്കര മേളവാ. ഞാൻ ജോലിക്ക് പോകുന്നിടത്തെല്ലാം മറ്റു രീതി നടക്കുവാന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ ശിക്ഷിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ പ്രാർത്ഥനയല്ല ഇപ്പം പിന്നെ പങ്കെടുത്തോണ്ടിരിക്കുക. തണുത്ത ആഹാരങ്ങൾ കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ അതെല്ലാം ഇപ്പം കഴിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഇറച്ചിയും മുട്ടയും ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരുന്നു. 10-15 വർഷം കൊണ്ട് ഇതൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ലായിരുന്നു. ഈ പ്രാർത്ഥനയിൽ കയറി ഇപ്പൊ ഞാൻ ഇതെല്ലാം ഞാൻ ഈ പ്രാർത്ഥിച്ചതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ ഭർത്താവിന്റെ മദ്യപാനം നിർത്തിയിട്ടില്ല. പിന്നെ എന്റെ മോന് 18 വയസ്സുണ്ട്. അവന് പഠിത്തം എല്ലാം നിർത്തിയിട്ട് ഇങ്ങനെ കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. പാസ്റ്റർ, എനിക്ക് എന്റെ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും സമാധാനം കിട്ടാൻ വേണ്ടി. സിസ്റ്റർ പ്രാർത്ഥനയ്ക്ക് കൂടിയ സമയത്ത് പ്രാർത്ഥനയിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തി സിസ്റ്ററുടെ പേരും മോന്റെ പേരുമാണ് വെളിപ്പെടുത്തിയത്. രണ്ടുപേരുടെ പേര് വെളിപ്പെട്ടായിരുന്നു അല്ലേ? സിസ്റ്റർ പറഞ്ഞത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. നിങ്ങൾ കേൾക്കുന്നത് പോലെ തന്നെ മദ്യപാനിയായ ഭർത്താവ് ഉപദ്രവിച്ച് ശരീരത്തിൽ അതുപോലെ വേദനയട്ടിരിക്കുന്ന ആളായിരുന്നു. 10-15 വർഷമായിട്ട് ഈ ഇറച്ചിയോ മറ്റ് മാംസങ്ങളോ കഴിക്കാൻ പറ്റാത്ത അലർജി ബുദ്ധിമുട്ടുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ പ്രാർത്ഥനയിൽ കയറി ദൈവാത്മാവ് സിസ്റ്ററുടെയും മോന്റെയും പേര് ദൈവാത്മാവ് വെളിപ്പെടുത്തി കർത്താവ് തൊടുവാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. ആ ശരീരത്തിൽ വേദനകളെ കർത്താവ് സൗഖ്യമാക്കി. 15 വർഷമായിട്ടുണ്ടായിരുന്ന ആഹാരം കഴിക്കാൻ പറ്റാത്ത തടസ്സം ഉണ്ടായിരുന്നു, അത് ദൈവം സൗഖ്യമാക്കി. സിസ്റ്റർ ധൈര്യമായിട്ടിരുന്നോണം. ഹസ്ബൻഡ് മാനസാന്തരപ്പെട്ടു. ഇന്നു മുതൽ പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പോകും. ഞങ്ങൾ ഒരുമിച്ച് ബൈബിൾ എടുത്ത് കർത്താവിന്റെ സാക്ഷിയായിട്ട് നിൽക്കും. ഇത്രയും കർത്താവ് പേര് വിളിച്ച് ചെയ്തുവെങ്കിൽ ഉറപ്പായിട്ടും ബാക്കി ഒരുമിച്ച് കർത്താവ് നടത്തിയിരിക്കും. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ ആലോചനയെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ പറഞ്ഞാൽ യേശു ലോക രക്ഷകനാണ്. കർത്താവ് നമുക്ക് സമാധാനത്തിൽ തരും. സിസ്റ്റർക്ക് സൗഖ്യം തന്നത് യേശു ആയതുകൊണ്ട് കർത്താവ് യേശുവിൽ ആ സഹോദരൻ വിശ്വസിച്ച് സിസ്റ്ററെ പോലെ സാക്ഷ്യം പറയുവാൻ ഇടയായിത്തീരും. കർത്താവ് സമൃദ്ധമായിട്ട് നടത്തും കേട്ടോ സിസ്റ്ററെ. ഗോഡ് ബ്ലെസ് യു. സന്തോഷത്തോടെ ഇരിക്കുക. മകനെ കർത്താവ് തൊടും. ധൈര്യമായിട്ടിരിക്കുക. അവന്റെ മേൽ പറയണം, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ സാക്ഷിയാകും. എന്റെ തലമുറ ഒരു അത്ഭുതമാണ്. ഞാൻ ഇതേപോലെ മകന്റെ പേരിലും സാക്ഷ്യം പറയുന്ന തീരുമാനമെടുത്തു. ദൈവം അത് സാക്ഷിയാക്കി മാറ്റും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ പറഞ്ഞാട്ടെ സാക്ഷ്യമുള്ളവര്. എന്തോ ഹലോ ബ്രദറെ, എന്റെ മോന് ഡയാലിസിസ് ചെയ്തോണ്ടിരിക്കുക. ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ട്രാൻസ്പ്ലാന്റിന് പറഞ്ഞപ്പോ ഡയാലിസിസ് ചെയ്തോണ്ടിരിക്കുക. അത് കഴിയുമ്പോൾ ഭയങ്കര ക്ഷീണവും തലവേദനയും അസ്വസ്ഥതകളാണ് പുള്ളിക്കങ്ങ്.
ഡയാലിസിസ് ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ ട്രാൻസ്പ്ലാന്റിന് പറഞ്ഞതാണ്, അതിപ്പോഴേ ഇല്ല, ഡോണറെ നമ്മൾ നോക്കുന്നുണ്ടെന്ന് പാസ്റ്റർ അന്ന് പറഞ്ഞായിരുന്നു. അല്ലാതെ തന്നെ സൗഖ്യമാകുമെന്ന്. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാ മോനെ. അത് കാണുമ്പോൾ നമുക്കങ്ങ് വിഷമമാണ്, ക്ഷീണിച്ച് അങ്ങനെ ആകെ അങ്ങ് സിസ്റ്റർ ഇന്നു മുതൽ വിഷമത്തിലാ. സിസ്റ്റർ അവന്റെ മേൽ കൈവച്ചിട്ട് പറഞ്ഞാലും കർത്താവെ, ഈ എന്റെ മോന് വേണ്ടി യേശു വില കൊടുത്താണപ്പം അത് ഞങ്ങൾ കാണും. ഞങ്ങൾ കർത്താവ് ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ കുഞ്ഞിന്റെ മേൽ കർത്താവ് ഇങ്ങനെ ദണ്ഡനെ അനുഭവിക്കാനല്ലല്ലോ യേശു അങ്ങ് വില കൊടുത്തത്. രോഗത്തിന്റെ മേൽ ഞങ്ങൾക്ക് ജയമുണ്ട്. കർത്താവെ, പ്രിയ മകനെ അങ്ങ് തൊട്ട് എന്റെ രോഗം, ക്യാൻസറിന്റെ ഒരു സെല്ല് പോലും ശരീരത്തിൽ നിന്നും ക്യാൻസർ പറിച്ചു അല്ല, ഇത് മാറ്റി. കിഡ്നിയുടെ കിഡ്നിയുടെ പ്രശ്നം, ട്രാൻസ്പ്ലാന്റ്. കർത്താവെ, കിഡ്നിയുടെ പ്രോബ്ലം പൂർണ്ണമായി വിടുതലുണ്ടാകട്ടെ. കർത്താവ്, ഞങ്ങൾ ഡോണറെ അന്വേഷിക്കുന്നു. പക്ഷേ ദൈവം, സ്വർഗത്തിലെ ദൈവം, കിഡ്നിയെ നിർമ്മിച്ച ദൈവം ഞങ്ങൾക്ക് വേണ്ടി പുതിയതിനെ തരുവാൻ എന്റെ യേശു മതിയായ ദൈവമാണ്. അപ്പൊ ഡോണർ അല്ല ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടത്. ഞാൻ ഹിന്ദുവാണ്, അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥന വലിയ ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ അറിയുന്ന രീതി ഞാൻ പ്രാർത്ഥിക്കും. സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ ഇന്നു മുതൽ കർത്താവ് എനിക്ക് എന്റെ കുഞ്ഞിന് കിഡ്നി നിർമ്മിച്ച ദൈവമാണ്. നമുക്ക് ഉദരത്തിൽ ആ കാണുന്ന കിഡ്നികളെ നമ്മുടെ ശരീരത്തിൽ നിർമ്മിച്ച ദൈവത്തിന് അതിന് കേട് വന്നാൽ പിന്നെയും പുതിയ നിർമ്മിക്കാൻ കർത്താവിന് കഴിയും. പുതിയ അവയവത്തെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിർമ്മിച്ച് എനിക്ക് തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് അത് പറഞ്ഞുകൊണ്ടിരിക്കണം. കർത്താവ് അത് തരുക തന്നെ ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, ഒരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു. ബ്രദറെ, ഞാൻ ഇതിനകത്ത് 5-6 മാസമായി കയറിയിട്ട് ഈ സൂം ഇപ്പോഴാ കിട്ടിയത്. അന്ന് അതുകൊണ്ട് യൂട്യൂബിലായിരുന്നു ഞാൻ ഇത് കേട്ടോണ്ടിരുന്നത്. എനിക്ക് ഇത് മാത്രം കേൾക്കണമെന്നുള്ള ഒരാഗ്രഹമുണ്ട്. എന്നാൽ ദൈവം എനിക്ക് അതിശയകരമായി ഓരോ കാര്യങ്ങൾ നടത്തുന്നു. എനിക്ക് ഷുഗറും പ്രഷറും തൈറോയിഡും ഒക്കെ ഉണ്ട്. അതൊക്കെ ദൈവം കുറച്ച് തരുന്നുണ്ട്. പ്രാർത്ഥനയുടെ ഫലമായിട്ട് തിരുമുറിവിന് എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ ബ്രദർ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ എനിക്ക് നല്ല ഇത് ദൈവം തരുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കാര്യം എനിക്കൊന്ന് ഒരു ആലോചന പറയാനാണ് ബ്രദറെ. ഒരു